പരിശുദ്ധ രാജാവിന് നരകവർണ്ണന കേട്ട സമയത്ത് പരിശുദ്ധ രാജാവ് ചെയ്ത ഒരു തെറ്റിന്റെ പ്രത്യാഘാതം എന്താവും എന്നെ ചിന്തയില്ല. പരിശുദ്ധ രാജാവ് ശനീക മഹർഷിയുടെ കഴുത്തിലായിക്കൊണ്ട് ചത്തമാവിനെ ഇടുകയുണ്ടായി. അപ്പൊ അതിന്റെ പരിണിത ഫലം ഏത് നരകമായിരിക്കും എന്നുള്ള ഭയമായി പരീക്ഷിച്ച രാജാവ് ചോദിച്ചു, പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ ഈ പാപത്തിന്റെ ഫലം ഇല്ലാതെയാവില്ലേ? പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം, അതായത് ഈ പറഞ്ഞതായ പാപത്തിന്റെ ഫലം അത് കമ്മിയാക്കാൻ പ്രായശ്ചിത്തങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇന്ന തെറ്റ് ചെയ്താൽ അതിന് ഇന്നതായ പ്രായശ്ചിത്തം എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പരീക്ഷിച്ച രാജാവ് എടുത്തു ചോദിച്ചു. അപ്പോഴാണ് സുഖബ്രഹ്മകൃഷി പറഞ്ഞു, പ്രായശ്ചിത്തം അതോ വാക്കാ അതോ അവാക്കാ മന്യ കുഞ്ചര ശബ്ദം. പ്രായശ്ചിത്തം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു ആനയെ കുളിപ്പിക്കുന്നത് പോലെയാണ്. ആനയെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആനയെ പാപ്പാൻ വളരെ നേരം തേച്ചു കഴുകി കുളിപ്പിക്കും. എന്നിട്ട് കരിക്ക് കെട്ടിയാൽ ഉടനെ തന്നെ ഈ ആന അവിടെയുള്ളതായ മണ്ണൊക്കെ വാരി അതിന്റെ ശരീരത്തിലേക്ക് മത്തേവൻ വാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിക്കൂ എന്നാണ്. അപ്പൊ പിന്നെ ഈ ആനയെ ആർക്ക് വേണ്ടിയാ കുളിപ്പിച്ച് ചോദിച്ചാൽ പാപ്പാന് വേണ്ടിയാണ്, ആനയ്ക്ക് വേണ്ടിയല്ല. ഇതുപോലെയാണ് പ്രായശ്ചിത്തങ്ങൾ പലപ്പോഴും ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന രീതിയിലാണ്. അതായത് തെറ്റ് ചെയ്യാനുള്ള പ്രവണത ആ വ്യക്തിയിൽ നിന്ന് ഇല്ലാതെയാവുന്നില്ല. അപ്പോൾ ഒരു തെറ്റ് ചെയ്യണോ, അതിന് പ്രായശ്ചിത്തം ചെയ്യണോ, ഉടനെ തന്നെ അടുത്ത് തെറ്റ് ചെയ്യണോ, അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ആ വ്യക്തിയിൽ ഈ തെറ്റ് ചെയ്യാനുള്ള പ്രവണതയും ശരി ചെയ്യാൻ കഴിവില്ലായ്മയും വളർന്നുകൊണ്ടേയിരിക്കും. അത് എപ്പോഴും ആ വ്യക്തിക്ക് അപകടകരമാണ്. അതുകൊണ്ട് പ്രായശ്ചിത്തങ്ങൾ പലപ്പോഴും ഈ വേണ്ട രീതിയിൽ ആ വ്യക്തിക്ക് ആവുകയില്ല. തപസ്, അറിവ് മുതലായവയിൽ കൂടെ മാത്രമേ ഈ തെറ്റ് ചെയ്യുന്ന ആ സ്വഭാവത്തെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തപസ്സിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള തപസ് നാമജപമാണ് എന്ന് പറയാനായിക്കൊണ്ട് അജാമിളന്റെ കഥ അവിടെ. അജാമിളൻ എന്നുള്ളതായിട്ടുള്ള ബ്രാഹ്മണൻ വേദം ഒക്കെ പഠിച്ച വ്യക്തിയായിരുന്നു. പൂജ മുതലായ വസ്തുതകളൊക്കെ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള അജാമിളന് കാട്ടിൽ വെച്ച് പല വിധത്തില് ധർമ്മം നഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറുന്ന ഒരു സ്ത്രീയുമായിട്ട് സംഘമുണ്ടായി. ആ സ്ത്രീയോടുള്ള താല്പര്യം കൊണ്ട് ഈ അജാമിളൻ തന്റെ കുടുംബത്തെയും തന്റെ തൊഴിലിനെയും ഒക്കെ ഉപേക്ഷിച്ച് കാട്ടിനരികത്തൂടെ വരുന്നതായിട്ടുള്ള ആളുകളെ കൊള്ളയടിക്കുക മുതലായ പ്രവൃത്തികളിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങി. അതായത് ആ ദുസ്സംഗം കൊണ്ട് ഈ അജാമിളൻ എന്ന വ്യക്തിത്വവും ദുസ്സംഗിയായിട്ട് തീർന്നു. അങ്ങനെയുള്ള അജാമിളന് ആ ദുസ്സംഗത്തിന്റെ താല്പര്യം സത്സംഗത്തിൽ നിന്നുള്ള താല്പര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി 10ഓളം ആ സ്ത്രീയില് ഈ അജാമിളന് എന്ന ഒരു 10ാമത്തെ കുട്ടിക്ക് അജാമിളൻ നാരായണൻ എന്ന് പേരിട്ടു. പ്രായമായ സമയത്ത് ഈ അജാമിളന് പല രീതിയിലുള്ള ദുസ്വപ്നങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു. അഷ്ടാശിത്യായുഷ എന്നാണ്. 88ഓളം വയസ്സ് പ്രായമായി. ആ സമയത്ത് ഈ മനസ്സിൻ്റെതായ പ്രവർത്തന രീതിയൊക്കെ ആകെ മാറിപ്പോകും. ഒരു പ്രായമാകുമ്പോൾ തന്നെ അറിയാം. 25-30 വയസ്സിൻ്റെ ഉള്ള മനസ്സിന്റെ പ്രവർത്തന രീതിയല്ല 60 വയസ്സാകുമ്പോൾ, 80 വയസ്സാകുമ്പോൾ അതിന്റെ രീതിയല്ല. അങ്ങനെ ഈ വയസ്സാവും തോറും ഈ മനസ്സിന്റെ പ്രവർത്തന ശൈലി, അതിന്റെ രീതി ഒക്കെ മാറിപ്പോകും. അതുകൊണ്ട് ഈ ഏത് സമയത്തും എന്തും മനസ്സിൽ സത്യമായിട്ട് തോന്നണം ആ വ്യക്തിക്ക്. അങ്ങനെയാണ് അജാമിളനെ തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാനായിക്കൊണ്ട് ഒരു വ്യക്തി 3 കാലപടന്മാർ വന്നിരിക്കണോ എന്നൊരു തോന്നലുണ്ടായി എന്നാണ്. ഇതൊന്നും ഇങ്ങനെ ശരിയാവുന്നില്ല. ഓരോ പുതിയ പരിപാടിയാണ്. അത് തുറക്കുന്നില്ല.
അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള അജാമിളൻ്റേതായിട്ടുള്ള ആ ശ്രദ്ധ ഇടയ്ക്ക് തകർന്നുപോയി. എന്ന് വെച്ചാൽ ശ്രദ്ധയില്ലാത്ത രീതിയിൽ അദ്ദേഹം, അത് സ്വപ്നം എന്ന് പറയാൻ വയ്യ, പ്രായമാകുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മനസ്സ് ദ മൈൻഡ് സ്ലിപ്സ് എന്നൊക്കെ അവർ പറയും. അറിയാത്ത ലോകങ്ങളിലേക്ക്, അറിയാത്ത ചുറ്റുപാടുകളിലേക്കൊക്കെ, തനിക്ക് പരിചയമില്ലാത്ത ചുറ്റുപാടുകളൊക്കെ ആ സമയത്ത് മനസ്സിന് ഉള്ളതായിട്ട് തോന്നും എന്നാണ്. പ്രത്യേക കാഴ്ചകൾ കാണുക, പരിചയമില്ലാത്ത ചുറ്റുപാടുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നുക, ഇതൊക്കെ ഈ മനസ്സിൻ്റെ പ്രായമാകുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള വസ്തുതയാണ്. അത് അജാമിളൻ അങ്ങനെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാനായിക്കൊണ്ട് 3 കാലഭടന്മാർ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ കയ്യിലായിക്കൊണ്ട് വലിയ കയറുമൊക്കെ ആയിട്ട് നിൽക്കുന്നതായുള്ള കാഴ്ച കണ്ടു. അത് കണ്ടതോടുകൂടി അജാമിളന് ഭയങ്കരമായിട്ട് ഭയമുണ്ടായി. അജാമിളൻ ഉറക്കെ തൻ്റെ പുത്രനെ നാരായണ എന്ന് ഉറക്കെ വിളിച്ചു. ആ നാരായണനെങ്ങാനും ഓടി വന്നാൽ ഈ ഭടന്മാരെ ആ നാരായണനെ കണ്ട് ഓടിപ്പോവട്ടെ എന്നൊക്കെയായിരുന്നു അജാമിളൻ പ്രതീക്ഷിച്ചത് എന്നാണ്. നാരായണ എന്നുള്ള ആ അജാമിളന്റെ വിളി കേട്ട് വിഷ്ണു പാർഷദന്മാർ അവിടെ എത്തിച്ചേർന്നു എന്നാണ്. ആ വിഷ്ണു പാർഷദന്മാർ ഈ കാലഭടന്മാരോട് ഈ അജാമിളനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അജാമിളൻ എല്ലാവിധ പാപത്തിൽ നിന്നും രക്ഷിതനായിരിക്കണു എന്ന് അവിടെ സമർത്ഥിക്കാൻ നോക്കി. കാലഭടന്മാർ പറഞ്ഞു, ഈ അജാമിളൻ വളരെയധികം തെറ്റ് ചെയ്ത വ്യക്തിയാണ്, നരകത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനെ ശിക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇങ്ങനെയായി അജാമിളൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയാം. അപ്പൊ തെറ്റിന് അടിസ്ഥാനം എന്താണ്, തെറ്റ് എന്താണ്, ശരി എന്നുള്ളതിന് അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് വേദങ്ങളാണ് തെറ്റും ശരിയും തീരുമാനിക്കുന്നത് എന്നായി ഈ എമ്പടന്മാർ. ഉടനെ തന്നെ ഈ വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വേദത്തിന് അധികാരി ഈ അജാമിളനാണ്. അജാമിളൻ വേദം പഠിച്ച വ്യക്തിയാണ്. അപ്പൊ വേദത്തിന് അധികാരിയായി വേദം പഠിച്ചൊരു വ്യക്തിയെ പിന്നെ എങ്ങനെ ശിക്ഷിക്കും എന്ന് മാത്രമല്ല, വേദത്തിന്റെ അടിസ്ഥാനം നാരായണനാണ്, സാക്ഷാൽ നാരായണൻ. ആ നാരായണന്റെ നാമമാണ് ഇപ്പോൾ ഉച്ചരിച്ചത്. എമ്പടന്മാർ പറഞ്ഞു, ഈശ്വരന്റെ ആയ നാരായണന്റെ പേരല്ല ഈ ഉച്ചരിച്ചത്, സ്വന്തം പുത്രന്റെ പേരാണ് യജാമിളൻ വിളിച്ചത്. അതുകൊണ്ട് ഭഗവാന്റെ നാമം ഉച്ചരിച്ചത് കൊണ്ട് പാപമൊക്കെ തീർന്നു എന്ന് പറയുന്നത് ശരിയല്ല, അതിനർത്ഥമില്ല. അങ്ങനെ ഉള്ള തർക്കം മുതിർന്ന സമയത്ത് വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു, ഈ നാരായണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും വ്യവഹരിക്കുന്ന ജീവസത്തയാണ്. അങ്ങനെയുള്ള നാരായണൻ ഈ പറഞ്ഞതായ അജാമിളന്റെ പുത്രനിൽ ഇല്ല എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ഈ ഭഗവാന്റെ ഒരിക്കലും പറയാൻ വയ്യ, എന്ത് നാരായണൻ അജാമിളന്റെ പുത്രനായ നാരായണന് ഞാനില്ല എന്ന് ഭഗവാന് പറയാൻ വയ്യ. അപ്പം അതുകൊണ്ട് അജാമിളന്റെ പുത്രനെ വിളിച്ചാലും നാരായണ എന്ന് വിളിച്ചാലും ആ നാരായണനിലും നാരായണന്റെ അംശമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അജാമിളന്റെ പുത്രനാണോ എന്നുള്ളതല്ല, നാരായണ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ അത് വിഷ്ണുവിൻ്റെ തന്നെ പേരാണ്. നാരായണ എന്ന നാമം ആദ്യമായിട്ട് വിഷ്ണുവിൽ ആണ് ആരോപിക്കപ്പെട്ടത്. നാരങ്ങൾ അയനങ്ങളിൽ ശയിക്കുന്നവൻ, അതായത് ജലത്തിൽ കൂടി ജീവിക്കുന്ന ജീവൻ എന്നേ അതിനർത്ഥമുണ്ട്. അപ്പൊ ഈ ഭൂമിയില് ജീവന്റെ സാന്നിധ്യം ജലം ഉള്ളത് കൊണ്ടാണ്. അതൊക്കെ ആധുനികമായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ജലത്തില് ജീവനായിട്ട് വ്യവഹരിക്കുന്ന ആ ശക്തി വിശേഷമാണ് നാരായണൻ. അതുകൊണ്ട് നാരായണന്റെ നാമം പുത്രന്റെ നാമമാണോ എന്നുള്ളതല്ല, അത് ഉച്ചരിക്കാൻ ഈ അജാമിളന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അജാമിളൻ ചെയ്തതായിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി എന്ന് വിഷ്ണു പാർഷദന്മാർ വിധിച്ചു. ഇത് തന്നെയാണോ ശരി എന്ന് ചോദിക്കാനായിക്കൊണ്ട് യമഭടന്മാരെ യമധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു എന്നും യമധർമ്മരാജാവ് അത് സ്ഥിരീകരിച്ചു. ആ വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു തന്നെയാണ് ശരി. യമധർമ്മരാജാവായ ഞാൻ പോലും ആ നാരായണന്റെ ആദിനാരായണ മൂർത്തിയുടെ ആജ്ഞയ്ക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് തീർച്ചയായും ആ വിഷ്ണു പാർഷദന്മാരുടേതായ കാഴ്ചപ്പാടാണ് ശരി എന്ന് തൻ്റെ യമഭടന്മാരോട് യമധർമ്മരാജാവ് അവിടെ പറഞ്ഞു എന്നാണ്. ഉടനെ തന്നെ യമഭടന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെയാണ് നരകത്തിലേക്ക് കൊണ്ടുവരിക?
നാരായണ എന്നൊരാൾ ജനിച്ചു എന്ന് പറഞ്ഞ് നരകം വേണ്ട എന്ന് വെക്കാൻ തുടങ്ങിയാൽ നരകത്തിലേക്ക് വരുന്ന ആളുകൾ ഇല്ലാതെയാവില്ലേ? ആരെ നരകത്തിലേക്ക് കൊണ്ടുവരണം? അപ്പൊ അവിടെ അതിനും മറുപടി പറഞ്ഞു, ജിഹ്വാനവക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായനോ നമതിയ ശിരമേകദാവിത്താനന്യദ്ധമസതോ അകൃത വിഷ്ണുവൃത്യൻ. ഭഗവാന്റേതായിട്ടുള്ള നാമം ഒരിക്കലും ഉച്ചരിക്കാത്ത വ്യക്തിത്വം, ഭഗവാനെ ഒരിക്കലും ചിന്തിക്കാത്ത വ്യക്തിത്വം, ഭഗവാനെ ഒരിക്കലും നമസ്കരിക്കാത്ത വ്യക്തിത്വം, ഭഗവത്പരമായ യാതൊരു വസ്തുതയിലും താല്പര്യമില്ലാത്ത വ്യക്തിത്വം, അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ഈ നരകയാതന വിഭാവന ചെയ്യാം. അല്ലാത്ത ഭഗവത് ഭക്തന്മാരായുള്ള നാരായണ ജപത്തോടുകൂടിയ വ്യക്തികളിൽ എപ്പോഴും തെറ്റ് ചെയ്യാനുള്ള പ്രവണത വളരെ കമ്മിയാവുമെന്ന്. നിത്യമായിട്ട് നാമം ജപിക്കുന്ന ഒരു വ്യക്തിയിൽ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ആ വ്യക്തിയിൽ എന്തെന്നില്ലാത്തതായിട്ടുള്ള മനസ്സിൻ്റെ എന്തുണ്ടാകും, മനസ്സാക്ഷിക്കുത്ത് എന്നൊക്കെ പറയുമല്ലോ. ആ വ്യക്തിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ ആ ഈശ്വരീയമായിട്ടുള്ള വ്യക്തിത്വം ആ ചെയ്യുന്നത് തെറ്റാണ് എന്നും അത് ചെയ്യരുത് എന്നും വിലക്കും. അങ്ങനെ ആ വിലക്കുന്ന ആ ശക്തി വർദ്ധിക്കുന്ന സമയത്ത് ആ തെറ്റ് ചെയ്യാനുള്ളതായി ആ വ്യക്തിക്ക് സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞതായ പാപം അല്ലെങ്കിൽ തെറ്റ് ചെയ്യാനുള്ളതായ ചുറ്റുപാട് വന്നു ചേരുന്നതും ആ വ്യക്തിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതെയായിട്ട് തീരും. ഇവിടെ അജാമിളന് ഒരു പ്രത്യേക ചുറ്റുപാടിലാണ്, ചുറ്റുപാടുണ്ടായത് കൊണ്ടാണ് ഈ പാപവാസന പുറത്തു വന്നത്. അപ്പം ആ ചുറ്റുപാട് ആരുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആദിനാരായണമൂർത്തി തന്നെയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിത ചുറ്റുപാടുകൾ മാറി മാറി വരുന്നു. ഒരേപോലെയല്ല എല്ലാ കാലവും, ഒരേ രീതിയിലല്ല എല്ലാ കാലവും. ആ മാറ്റങ്ങൾക്കൊക്കെ ആരാണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യമുള്ള വ്യക്തിക്ക് തെറ്റ് ചെയ്യാനുള്ളതായ ചുറ്റുപാടുകൾ വന്നു ചേരില്ല. പുതുതായിട്ടുള്ള ചുറ്റുപാടുകൾ ആ വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് നാരായണ എന്ന നാമത്തിൻ്റെ പ്രത്യേകത. കാരണം ഓരോരിക്കല് ഈ ഈശ്വരനാമം ജപിക്കുമ്പോഴും ഇവിടെ നാരായണൻ എന്നുള്ള നാമം പറഞ്ഞു. ഇനി അത് നമശിവായ എന്നായാലും മഹാദേവന്റെ നാമമായാലും അയ്യപ്പന്റെ നാമമായാലും ഒക്കെ ആ വ്യക്തിയിലുള്ള സത്വഗുണം ആ നാമജപത്തിൽ കൂടെ വർദ്ധിക്കുമെന്ന്. സത്വഗുണം വർദ്ധിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള താല്പര്യം ആ വ്യക്തിയിൽ ഇല്ലാതെയായിട്ട് തീരും. തമോ ഗുണത്തിന്റെ സാന്നിധ്യമാണ് പലപ്പോഴും ഒരു വ്യക്തിയെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സത്വഗുണം വർദ്ധിക്കുന്ന സമയത്ത് ആ തെറ്റിൽ നിന്ന് ആ വ്യക്തിക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും, തിരിച്ചറിവുണ്ടാകും. അതുകൊണ്ട് നാമജപം വളരെ തന്നെ പ്രധാനമാണ് ഏതൊരാൾക്കും. കാരണം എത്രയും എളുപ്പമായിട്ടുള്ള ഒരു സാധനയാണ്. മറ്റോരോ സാധനങ്ങൾക്ക് ഒക്കെ അതിൻ്റെതായ അധികാരഭേദമുണ്ട്. ഈ പ്രാണായാമം ചെയ്യൂ, പ്രാണായാമത്തിൽ കൂടിയും സത്വഗുണം വർദ്ധിപ്പിക്കാം. യോഗ ആസനങ്ങളിൽ കൂടെ സത്വഗുണം വർദ്ധിപ്പിക്കാം. ധ്യാനത്തിൽ കൂടെ സത്വഗുണം വർദ്ധിപ്പിക്കാം. പക്ഷെ അതിനൊക്കെ എന്തുണ്ട്, അതിൻ്റെതായ അധികാരി ഭേദമുണ്ട്. എല്ലാവർക്കും എല്ലാം സാധ്യമല്ല. ഈ പ്രാണായാമമൊക്കെ ചെയ്യുന്ന വളരെ വയസ്സായ ഒരാളോട് ശ്വാസം അകത്തെടുക്കൂ, അവിടെ പിടിച്ചു വെക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ആ ശ്വാസം പിടിച്ചു വെച്ചതേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. കാരണം ആ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം അയാളുടെ നിയന്ത്രണത്തിലല്ല. ദ സോ കാൾഡ് എലാസ്റ്റിസിറ്റി ഈ ആ ശ്വാസകോശത്തിന്റെ അയാളുടെ നിയന്ത്രണത്തിലല്ല. അപ്പം അങ്ങനെ ഒരു പ്രായമായ വ്യക്തിക്ക് ഈ പറഞ്ഞ യോഗാസനങ്ങളോ അതുപോലെ തന്നെ ഈ പ്രാണായാമോ ഒന്നും സാധ്യമല്ല. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ സാധ്യമല്ല. വളരെ പ്രായമായ ഒരാൾക്ക് തീർത്ഥയാത്ര ചെയ്ത് ഈ സത്വഗുണം വർദ്ധിപ്പിക്കാം. ഹിമാലയത്തിലൊക്കെ ചെന്നുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് തൊഴുതു വരാം എന്ന് 80 വയസ്സായ ആൾക്ക് ചിന്തിക്കാൻ കഴിയും. എന്തിനധികം ഈ കാലത്ത് അറിയുന്ന ക്ഷേത്രങ്ങളിൽ തന്നെ ആളുകൾക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഈ രോഗത്തിൻ്റെ ചുറ്റുപാടുകൾ. അപ്പം പിന്നെ ഏതേ എളുപ്പമുള്ളൂ. ഈ ഒരു വർഷമായിട്ട് നിത്യമായിട്ടൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതിരുന്ന പല ആൾക്കാരൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് പോകാനോ തൊഴാനോ ഉള്ള സൗകര്യമില്ലാതെയായി. അപ്പോഴും അവർക്ക് എന്ത് ചെയ്യാം, നാമം ജപിക്കാം എന്നുള്ളതായിരുന്നു.
ഏത് സ്ഥലത്തും എവിടെയും. അതുകൊണ്ട് ഈ നാമജപത്തിന് ഒരു നിയമമേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ ഒരു നിയമവും ഇല്ലാത്തൊരു വസ്തുത. ബാക്കി എല്ലാത്തിനും അതിൻ്റെ നിയമങ്ങളുണ്ട്. ആ നിയമപ്രകാരം വേണം ആ സാധന ചെയ്യാൻ. അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഏതോ കാലത്ത് ഇങ്ങനെയൊരു സാധന, ഈ നാമജപത്തിൻ്റെതായ സാധന എത്രയും മഹത്തായ രീതിയിൽ കണ്ടുപിടിച്ചു. അപ്പോൾ ആ നാമജപം നമ്മളിലുള്ളതായ സത്വഗുണത്തെ വർദ്ധിപ്പിക്കും, നമ്മളിലുള്ള ഈശ്വരീയതയെ വർദ്ധിപ്പിക്കും. അതാണ് അവിടെ പറഞ്ഞതായ പോഷണം. സത്വഗുണവും ഈശ്വരീയതയും ഒക്കെ വർദ്ധിക്കും തോറും ഈ പറഞ്ഞ ദുഃഖം ഉണ്ടാക്കുന്നതായ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സ് മാറും. ദുഃഖഹാനി സുഖാവാപ്തി എന്നാണ്. ദുഃഖത്തിന് ഹാനിയും സുഖത്തിൻ്റെതായ അനുഭൂതിയും ഉണ്ടാവും. അപ്പം നിത്യമായിട്ട് എന്ത് വേണം? കുറച്ച് സമയമെങ്കിലും നാമജപം പരിശീലിക്കണം എന്നാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടായില്ല, അത് ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം പലപ്പോഴും അതികഠിനമായ സാധനകൾ ചെയ്യാനാണ് ആളുകൾക്ക് താല്പര്യം. കാരണം ക്വിക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ പോലെ വേഗം ഫലം കിട്ടണം. അതാണ് മനസ്സിൻ്റെ സ്വഭാവം. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. എപ്പോഴും എളുപ്പ വഴിക്കും കുറുക്ക് വഴിക്കും ഒക്കെ എങ്ങനെയാണ് ഈ ഫലമുണ്ടാവുക എന്നുള്ള കാഴ്ചപ്പാടാണ്. എല്ലാ മേഖലകളിലും അതുണ്ട്. പൂർവ്വകാലങ്ങളിലൊക്കെ ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് അതിന് അതിൻ്റെതായ സമയമെടുത്ത് അത് പതുക്കെ കത്തി, തീയെ പതുക്കെ ആവശ്യമായ ചൂടിൽ കത്തി, പിന്നെ അത് ആവുന്ന സമയം, അതിൻ്റെതായ സമയത്ത് ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ സ്വാദുണ്ട്. ഇന്നിപ്പോൾ അതിന് സമയവും സൗകര്യവും ക്ഷമയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? പുതിയ പുതിയ രീതികൾ ഉപയോഗിക്കണം. ആ കുക്കറിൽ വേവിക്കുന്നതും പൂർവ്വകാലങ്ങളിൽ അടുപ്പിൽ വേവിക്കുന്നതുമായ ആഹാരത്തിന് ആ പാചകം ചെയ്യുന്ന രീതിക്ക് അതിൻ്റെതായ ഗുണത്തിന് ഒക്കെ വ്യത്യാസമുണ്ട്. ഇനി പാചകം ചെയ്താലും പൂർവ്വകാലങ്ങളിലൊക്കെ അത് ദിവസങ്ങളോളം ഉപയോഗിക്കാറില്ലായിരുന്നു. 4 മണിക്കൂറിനകം ഒരു പാചകം ചെയ്ത ആഹാരം 4 മണിക്കൂറിനകം കേടുവരുമെന്നാണ്. 4 മണിക്കൂർ കഴിഞ്ഞാൽ അത് കഴിക്കരുത്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കഴിക്കാൻ തുടങ്ങുള്ളൂ എന്നാണ്. കാരണം പാചകം ചെയ്ത വഴിയെ ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റിക്കുന്നവരെ. അപ്പം അങ്ങനെ പറഞ്ഞു വന്നാൽ ഈ ഒരു നാമജപം എന്ന് പറയാൻ വസ്തുത പറയാൻ കാരണം ഇത് ഏത് കാലത്തും എപ്പോഴും ഇതിന് വ്യത്യാസമുണ്ടായിട്ടില്ല. ബാക്കി ഈ പറഞ്ഞ ഓരോ സാധനങ്ങളിലും വലിയ വലിയ വ്യത്യാസങ്ങൾ കാലം കൊണ്ട് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ ഈ ജപത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ പക്ഷേ ആ ജപിക്കുന്ന രീതി എന്ത് വേണം? ആ നാമത്തിൽ തന്നെ മനസ്സിനെ നിർത്താനായിട്ട് പരിശീലിപ്പിക്കണം. തുടക്കത്തിൽ അത് സാധ്യമല്ലെങ്കിലും കാലക്രമേണ ആ നാമം ജപിക്കുന്ന സമയം മറ്റ് ആലോചനകൾ വരാതെ നോക്കാനായിട്ട് സാധിക്കും. ഇനി അതിന് തെറ്റുപറ്റിയാൽ, ഈ നാമം ജപിക്കുന്നതിൽ തെറ്റുപറ്റിയാലും അതിലെന്തില്ല? ദോഷഫലങ്ങളില്ല ആ വ്യക്തിക്ക്. മറ്റു സാധനങ്ങളൊക്കെ അതിൻ്റെ രീതിക്ക് ചെയ്യാതെ തെറ്റുപറ്റിയാൽ അതിനെന്തുണ്ട്? അത് ദോഷഫലങ്ങൾ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ദോഷഫലമില്ലാതെ ഏവർക്കും കൊണ്ടു നടക്കാവുന്ന എളുപ്പമായ ഒരു മാർഗമാണ് ഈ നാമജപം. അതിന് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഭാഗവതത്തിൽ നാമപുരാണം എന്നും കൂടി ഭാഗവതത്തിന് പേരുണ്ട്. കാരണം ഭാഗവതം വായിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിൽ ഓരോ അധ്യായത്തിലും ഭഗവാന്റെയോ ഭഗവതിയുടെയോ ദേവീദേവന്മാരുടെയോ നാമങ്ങൾ ധാരാളം കുത്തി തിരികെ നിറച്ചു വെച്ച് കാണും. എന്തുകൊണ്ടാണ്? ഭാഗവതം വായിക്കുകയാണെങ്കിൽ നാമജപം അതിൻ്റെ ഒപ്പം സംഭവിച്ചിരിക്കും. കാരണം അതിൽ പലപ്പോഴും ഭഗവാന്റെ വർണ്ണന, ദേവന്മാരുടെ വർണ്ണന, അവരുടെ സ്തുതികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ അധ്യായത്തിലും തിരഞ്ഞാൽ കാണാം ഈശ്വരൻ്റെ നാമജപം അവിടെ വരുന്നത്. ഓരോ മഹർഷിമാരോ അല്ലെങ്കിൽ ഭക്തന്മാരോ ഒക്കെ ഇങ്ങനെ ജപിച്ചു ഇങ്ങനെ ജപിച്ചു എന്ന് പറഞ്ഞ് അത് ജപിക്കുമ്പോൾ ആരാ ജപിക്കുന്നത്? അത് വായിക്കുന്ന ആളാ ജപിക്കുന്നത്. അതുകൊണ്ടാണ് നാമജപത്തിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നുള്ള. കുറച്ചു നേരം നമുക്ക് നാമം ജപിക്കാം, എന്നാലല്ലേ അതിൻ്റെ മഹത്വം അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം നാരായണ എന്ന് ജപിക്കും. നിങ്ങളേവരും ജപിക്കൂ എന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല. നിങ്ങൾക്ക് ജപിക്കാം. അതും അടുത്ത ആൾ കേട്ടാൽ എന്താവോ എന്ന് കരുതി ലജ്ജയോടുകൂടി വേണ്ടായിരുന്നു. കാരണം നമ്മളിലുള്ള ഞാൻ എന്ന അഹങ്കാരം ഒഴിവാവാൻ വേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നത്. ഭഗവാന്റെ നാമം ജപിക്കുന്നതോറും ഞാൻ എന്നുള്ള നമ്മുടെ ചിന്ത കമ്മിയാവും. അതുകൊണ്ട് ആ നാമജപം തുടക്കത്തിലൊക്കെ ആവുന്നതും അവനവൻ്റെ ഉച്ചസ്ഥായിൽ ഏറ്റവും ഉച്ചത്തിൽ തന്നെ ജപിക്കണമെന്നാണ്.
കാരണം മറ്റ് ചിന്തകൾ വരാതെ, ഉച്ചത്തിൽ ജപിക്കും തോറും മറ്റ് ചിന്തകൾ വരാനുള്ള സൗകര്യം കമ്മിയാവും, ഒരു പ്രായോഗികത. രണ്ടാമത് മറ്റ് ശബ്ദങ്ങളോ വസ്തുതകളോ നമ്മൾ കേൾക്കില്ല. അങ്ങനെ തുടക്കത്തിൽ ഈ നാമജപം ഉറക്കെ തന്നെ ജപിക്കണമെന്നാണ്. അത് നമുക്കൊന്ന് പരീക്ഷിക്കാം. നിങ്ങൾക്കാവുന്ന രീതിയിൽ ഉറക്കെ നാമം ജപിക്കാം. കുറച്ച് നാമം ജപിച്ചതിന് ശേഷം എല്ലാവരും നാമം ജപിക്കണോ എന്നുള്ള സമയത്ത് നമ്മളത് നിർത്തി പിന്നീട് അടുത്ത അധ്യായം പാരായണം ചെയ്ത് അടുത്ത പ്രകരണത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതുകൊണ്ട് കുറച്ചു നേരം നമുക്ക് നാമം ജപിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ടോധ്യായ. പ്രഹ്ലാദ ഉവാച. കൗമാരമാചരേ പ്രാജ്ഞോ ധർമ്മൻ ഭാഗവതാനിക. ദുർലഭം മാനുഷം ജന്മഹർലഭ്യത്വാർത്ഥനം. യഥാ ഹി പുരുഷസ്യേഹ വിഷ്ണോഃ പാദോപസർപ്പണം. യദേഷ സർവഭൂതാനാം പ്രിയാത്മേശ്വരഃ സുഹൃത്. സുഖമൈന്ദ്രിയകം ദൈത്യാദേഹയോഗ്യേന ദേഹിനാം. സർവത്ര ലഭ്യതേ ദേവായഥാ ദുഃഖമയജ്ഞദാ. തത്പ്രയാസോ ന കർത്തവ്യോ യഥായുർവ്യയം പരം. ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദചരണാംബുജം. തതോ യതേതകുശലക്ഷേമായ ഭയമാശ്രിതം. ശരീരം പൗരുഷം യാവന്ന വിഭദ്യേത പുഷ്ടലം. പുംസോ വർഷശതം യായുസ്തദർത്ഥം ചാചിതാത്മന. നിഷ്ഫലം യദസോ രാത്ര്യാം ശേരയന്ധം പ്രാപിതസ്തമ. മുഗ്ധസ്യ ബാല്യേ കൗമാരേ ക്രീഡതോ യാതി വിംശതി. ജലയാഗ്രസ്തദേഹസ്യ യാത്യകൽപസ്യ വിംശതി. ദുരാപൂരേണ കാമേന മോഹേന
യഥാനുനർത്ഥതൃഷ്ണം വിസൃജേത് പ്രാണേഭ്യോ വിലയിത്സിത യം ക്രീഡാത്യസലിപ്രഷ്ടൈതസ്കരസേവകോവണേ കഥം പ്രിയായാനുകമ്പിതായ സംഗം രഹസ്യം രുചിരംശ്ച മന്ത്രാൻ സുഹൃത്സുരസ്നേഹസിരശിശൂന കളാക്ഷരാണാമനുരക്തചിത്ത പുത്രാൻ സ്മരംസ്താതുഹിതഹൃദയ്യ ഭ്രാതൃൻ സ്വസർവാപിതരൗ ജനീനൗ ഗൃഹാൻ മനോജ്ഞോരുപരിച്ഛദാംശ്ച വൃത്തിശ്ച തുല്യാ പശുവിദ്യവർഗാൻ ത്യജേത കോശസ്കൃതിവേഗമാന കർമാണിയോ ഭാതവിവൃത്തകാമ ഔവസ്ത്യവിക്യം ബഹുമന്യമാന കഥം വിരച്യേത ദുരന്തമോഹ കുടുംബപോഷായ വിയന്നിജായുന്ന ബുദ്ധ്യർത്ഥം വികലം പ്രവത്ത സർവത്ര താപത്രയ ദുഃഖിതാത്മാ നിർവിദ്യതേന സകുടുംബനാമ വിത്തേഷു നിത്യാഭിനിവിഷ്ടചേത വിദ്വാംശ്ച ദോഷം പരവിത്തകർത്തോ പ്രേത്യേകജാതാപ്യജിതേന്ദ്രിയസ്തത് അശാന്തകാമോ ഹരേ കുടുംബി വിദ്വാനവിദ്ധം ധനുജാ കുടുംബം പുഷ്ണൻ സ്വലോകായ കൽപ്പതേ വൈ യസ്യപാലയ്ക്യ വിഭിന്നഭാവസ്തമപ്രപദ്യേത യഥാ വിമൂഢ യദോ ന കശ്ചിത് കുലപുത്രജിത്വാ ദീനസ്വാത്മാനമരം സമർത്ഥ വിമോചിനം കാമദൃശാം വിഹാര ക്രീഡാമൃഗോ യന്നികടോ വിസർഗ തദോ വിദൂരത്പരിതൃത്യ ദൈത്യേഷു സംഘം വിഷയാത്മകേഷു ഉപേദനാരായണാദിദേവം സമുക്തസംഗൈരിഷിതോപവർഗ നഹ്യച്യുതം പ്രീണയതോ ബഹ്വായാസോസുരാത്മജ ആത്മത്വാൻ സർവഭൂതാനാം സിദ്ധത്വാദിക സർവദാ പരാമരേഷു ഭൂതേഷു ബ്രഹ്മാന്തസ്ഥാവരാദിഷു ഭൗതികേഷു വികാരേഷു ഭൂതേഷ്വർത്ഥമഹത്സുര ഗുണേഷു ഗുണസാമ്യേജ ഗുണവ്യതിഗരീരത ഏകൈവ പരോഹ്യാത്മാ ഭഗവാനീശ്വരോऽവ്യയ പ്രത്യഗാത്മസ്വരൂപേണ ദൃശ്യരൂപേണ ജൻ സ്വയം വ്യാപ്യവ്യാപകനിർദ്ദേശ്യോ യനിർദ്ദേശ്യോ വികൽപ്പിത കേവലാനുഭവാനന്ദസ്വരൂപ പരമേശ്വര മായയാ അന്തർഹിതൈശ്വര്യ ഈയരേ ഗുണസദ്ഗയ തസ്മാത് സർവേഷു ഭൂതേഷു ദയം കുരുത സൗഹൃദം ആസുരം ഭാവമുന്മുച്യായ ദുഷ്യത്യഭോക്ഷജ തുഷ്ടേ ച തത്രൈവലഭ്യമനന്തമാദ്യേ കിം ഗുണവ്യതികരാദിവയേ സ്വസിദ്ധ ധർമാദയഃ കിമഗുണേന കാംക്ഷിരേണ സാരഞ്ജുഷാം ചരണയോരുപകായതാംന ധർമാർത്ഥകാമൈനയോ വിഹിതസ്ത്രിവർഗ ഈക്ഷാത്രയീനയതമോ വിവിധാജ വാർത്ത മന്യേതദേതദഖിലം നിഗമസ്യ സത്യം സ്വാത്മാർപ്പണം സുസുഹൃതഃ പരമസ്യ പുംസ ജ്ഞാനം തദേതദമലം ദുരവാപമാക നാരായണോ നരസഃ കില നാരദായ ഏകാന്തിനം ഭഗവതസ്തദകിഞ്ചനാനാം പാദാരവിന്ദരജസാ പ്ലുതദേഹിനാം സ്യാത് ശ്രുതമേതന്മയാ പൂർവം ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദ ദേവദർശനാത് ദൈത്യപുത്രാവുജോ പ്രഹ്ലാദഃ ത്വം വയം ചാപീനത്യന്യം വിദ്മഹേ ഗുരും ഏതാഭ്യാം ഗുരുപുത്രാഭ്യാം ബാലാനാമപി ഈശ്വരോ ബാലസ്യ അന്തഃപുരസ്തസ്യ മഹത്സംഗോ ദുരന്വയ ചിന്തിനഃ സംശയം സൗമ്യാസ്യേത്തിസ്രം ഭകാരണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ ഷഷ്ഠോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ സപ്തമോധ്യായ. നാരദ ഉവാച ഏവം ദൈത്യസുതൈ പൃഷ്ടോ മഹാഭാഗവതോസുര ഉവാച സ്മയമാനസ്താൻ സ്മരൻ മദനുഭാഷിതം. പ്രഹ്ലാദ ഉവാച പിതരി പ്രസ്ഥിതി അസ്മാകം തപസേ മന്ദരാജനം യുദ്ധോദ്യമം വരം ചക്രുർവിബുധാദാനവാൻ പ്രതി പിരീരികൈരഹിരിവദിഷ്ട്യാ ലോകോപദാവന പാപേന പാപോപക്ഷീതി വാദിനോ വാസവാദയ തേഷാമതിപരോദ്യോഗം നിശമ്യാസുരയൂഥവ വധ്യമാനാസുരൈർഭീതാദുദ്രവുഃ സർവതോ ദിശം കളത്രപുത്രമിത്രാപ്താൻ ഗൃഹാൻ പശുപരിച്ഛദാൻ നാവേക്ഷമാണസ്ത്വരിതാ സർവേ പ്രാണപരിത്സവ വ്യലുംബൻ രാജശിബിരം അമരാ
ജയകാംക്ഷിണ ഇന്ദ്രസ്തു രാജമഹിഷീം മാതരം മമ ചാഗ്രഹീ നിയമാനം ഭയോദ്വിഗ്നാം രുദധീം പുരരീമിവ യദൃച്ഛയാഗതസ്തത്ര ദേവർഷിം ദദൃശേപതി പ്രാഹായനാം സുരപദേനേതുമർഹസ്യ നാഗസം മുഞ്ച മുഞ്ച മഹാഭാഗാ സതിം പരപരിഗ്രഹം ഇന്ദ്ര ഉവാച ആസ്തേ സ്യാജലേ വീരവൈഷഹ്യം സുരദ്ദിശ ആസ്യതം യാവത് പ്രസവം മോക്ഷ്യർത്ഥപദവിം ഗതാ നാരദ ഉവാച അയം നിഷ്കിൽദിഷ സാക്ഷാൽ മഹാഭാഗവതോ മഹാൻ ത്വയാ ന പ്രാപ്സ്യതേ സംസ്ഥാനന്ദാനുചരോ ബലി ഇത്യുക്തസ്തം വിഹായേന്ദ്രോ ദേവർഷേർമാനയൻ വജ അനന്തപ്രിയഭക്ത്യൈനാം പരിക്രമ്യ ദിവം യയോ തതോ നോ മാതരമൃഷി സമാനീയ നിജാശ്രമം ആശ്വാസ്യേ ഘോഷ്യതാം വത്സേ യാവത്തേ ഭർത്തുരാഗമ തഥേത്യവാച്ഛിദേവർഷേരന്തിസാപ്യകുതോഭയ യാവദ്ദൈത്യപതിർഘോര തപസോ ന നിവർത്തത ഋഷിം പരിചരത്തത്ര ഭക്ത്യാ പരമയാ സതി അന്തർവഗ്നി സ്വഗർഭസ്യ ക്ഷേമായേച്ഛാ പ്രസൂദയേ ഋഷികാരുണികസ്തസ്യ പ്രാദാദുഭയമീശ്വര ധർമ്മസ്യ തത്വം ജ്ഞാനം ജാമാമപ്യുദ്ദിശ്യ നിർമ്മലം തത്വകാലസ്യ ദീർഘത്വാ സ്ത്രീത്വാൻ മാതൃസ്ഥിരോദതേ ഋഷീണാനുഗൃഹീതം മം നാധുനാപ്യജഹാ സ്മൃതി ഭവതാമപി ഭൂയാന്മേ യതി ശ്രദ്ധതദേവജ വൈശ്യാരദീതി ശ്രദ്ധാദാ സ്ത്രീബാലാനാം ച മേ യഥാ ജന്മാദ്യാഷടി മേ ഭാവാ ദൃഷ്ടാ ദേഹസ്യ നാത്മന ഫലാനാമിവ വൃക്ഷസ്യ കാലേനൈശ്വരമൂർത്തിന ആത്മാ നിത്യോ അവ്യയഃ ശുദ്ധ ഏകക്ഷേത്രജ്ഞാശ്രയ അവിക്രിയഃ സുഹൃത്കേതുർ വ്യാപകോ സംജ്ഞനാമൃത ഏതൈ ദ്വാദശവിർവിദ്വാനാത്മനോ ലക്ഷണൈ പരൈ അഹം മമേത്യ സദ്ഭാവം ദേഹാദോ മോഹജം ത്യജേത് സ്വർണം യഥാ ഗ്രാവസുഗേമകാര ക്ഷേത്രേഷു യോഗൈസ്തദഭിജ്ഞാപ്നുയാത് ക്ഷേത്രേഷു ദേഹേഷു തഥാത്മയോഗേരധ്യാത്മവിദ് ബ്രഹ്മഗതിം ലഭേത അഷ്ടോ പ്രകൃതയഃ പ്രോക്താസ്ത്രയേ വൈ സദ്ഗുണാ വികാരാ ഷോഡശാചാര്യൈ പുമാനേകഃ സമന്വയാൻ ദേഹസ്ഥ സർവസംഘാതോ ജഗസ്തസ്തുരിദിഗ്വിന അത്രൈവ മൃത്യഃ പുരുഷോ നീതിനേദിത്യദത്യജൻ അന്വയം വ്യതിരേകേണ വിവേകേനോശതാത്മന സർഗസ്ഥാനസമാംനായൈ പുരുഷദ്ഭിരസത്വരൈ ബുദ്ധിർജാഗരണം സ്വപ്നസുഷുപ്തിരിതി വൃത്തയാ തായേനൈവാനുഭൂയന്തേ സ്വാധ്യക്ഷ പുരുഷപരാ ഏവിസ്ത്രിവർണ്ണൈവൈദ്യൈസ്തേ ബുദ്ധിഭേദേ ക്രിയോദ്ഭവൈ സ്വരൂപമാത്മനോ ബുദ്ധ്യഗ്രന്ഥൈർവായുമിവാന്വയാത് ഏതദ്വാരോഹി സംസാരോ ഗുണകർമ്മ നിബന്ധന അജ്ഞാനമൂലോ പാർത്ഥോ വിമുംസസ്വപ്നൈവേശ്യതേ തസ്മാത് ഭവദ്വികർത്തവ്യം കർമ്മണാം ത്രിഗുണാത്മനാം ബീജനിർക്കരണം യോഗപ്രവാഹോ പരം മോദിയ തത്രോവായ സഹസ്രാണാമയം ഭഗവതോദിത യദീശ്വരേ ഭഗവതി യഥായൈരഞ്ജസാരതി ഗുരുശുശ്രൂഷയാ ഭക്ത്യാ സർവലബ്ധാർപ്പണേന ച സംഘേന സാധുഭക്താനാം ഈശ്വരാരാധനേന ച ശ്രദ്ധയാ തത്കഥായാം ച കീർത്തനേ ഗുണകർമ്മണ തത്പാദാംബുജധ്യാനാത് തല്ലിംഗക്ഷാർഹണാദിഭിः ഹരിः സർവേഷു ഭൂതേഷു ഭഗവാനാസ്തൈശ്വര ഇതി ഭൂതാനി മനസാ കാമൈസ്തൈः സാധുമാനയേ ഏവം നിർജിതഷഡ്വർഗൈ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവേ ഭഗവതി യയാ സംലഭതേ രതിം നിശമ്യ കർമാണി ഗുണാനതുല്യൻ വീര്യാണി ലീലാദനഭികൃതാനി യദാതി കശ്വത്കുളകാശ്രുഗർജനം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി യദാ ഗ്രഹഗ്രസ്തൈവ ക്വചിത് ഹസത്യാക്രന്ദലേ ധ്യായതി വന്ദലേ ജനം മുഹുശ്വസൻ ഭക്തിഹരേ ജഗത്പദേ നാരായണേത്യാത്മമതീർജഗത്രഭ തദാ മുക്തസമസ്തബന്ധനസ്തദ്ഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധബീജാനുശയോ മഹീയസാ ഭക്തിപ്രയോഗേണ സമിത്യധോക്ഷജം അധോക്ഷജാലംഭമികാശുവാത്മനഃ ശരീരിണ സംസൃതി ചക്രശാദനം തദ്ബ്രഹ്മനിർവാണസുഖം വിദുർബുധാസ്തതോ ഭജത്വം ഹൃദയേ ഹൃദീശ്വരം കോഹതിപ്രയാസോസുരമാലകാകലേരുവാസനെ സ്വേ ഹൃദി ചിത്രവത്സര സ്വസ്യാത്മനഃ സഖ്യുരശേഷദേഹിനാം സാമാന്യത കിം വിഷയോപവാദനൈ രായക്കളത്രം
പശവസുതാദയോ ഗൃഹാമയീ കുഞ്ചരകോശഭൂതയ സർവ്യർത്ഥകാമാക്ഷണഭംഗുരായുഷ കുർവന്തി മധ്യസ്യ കിയത്പ്രിയം ജഗാ ഏവം ഹി ലോകാകൃതിവികൃതാമീക്ഷയിഷ്ണവസാതിശയാന നിർമ്മല തസ്മാദൃഷ്ടശ്രുതഭൂഷണം പരം ഭക്തിഗയേശം ഭജതാത്മനിർദ്ധയേ യദധ്യത്യേക കർമാണി വിദ്വാൻമാന്യസകർണര കരോത്യതോ വിപര്യാസമോഹം വിന്ദലേപനം സുഖായ ദുഃഖമോക്ഷായ സങ്കൽപ്പവിഹ കർമ്മിണ സദാപ്നോദീകയാ ദുഃഖമനീകയാ സുഖാമൃത കാമൻ കാമയതേ കാമ്യേ യദർത്ഥമിക പൂരുഷ സവൈതേകസ്തുമാരക്യോഹം കുരോയത്യുവൈരിരാം കിമു വ്യവഹിതാമത്യധാരാകാരധനാലയ രാജ്യം കോശഗജാമാത്യഭൃത്യാപ്താമദാസ്പദ കിമേതരാത്മനസ്ത്വച്ഛൈ സഹദേയേന നശ്വരൈ അനർത്ഥൈരർത്ഥസംകാശേ നിത്യാനന്ദമഹോദതേ നിരൂപ്യതാമിഹ സ്വാർത്ഥക്രിയാൻ ദേഹഭൃതോസുര നിഷേകാദിഷ്വവസ്ഥാസോ ക്ലിശ്യമാനസ്യ കർമ്മഭി കർമ്മണ്യാരഭതേ ദേഹീ ദേഹേനാത്മാനുവർത്തിന കർമ്മഭിസ്തർദേ ദേഹമുഭയം ത്വവിവേകത തസ്മാദർത്ഥാശ്ച കാമശ്ച യദവാശ്രയ ഭജതാരീകയാ ആത്മാനമനേകം ഗതിമീശ്വരം സർവേഷാമപി ഭൂതാനാം ഗതിരാത്മേശ്വരഃ പ്രിയ ഭൂതൈർമഹദ്ഭിः സർവൈः കൃതാനാം ജീവസംജ്ഞിത ദേവാസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവ ഏവ ച ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാത് യഥാ വയം നാനം ദ്വിജത്വം ദേവത്തമൃഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോയേച്ഛ ന ശൗചം ന വ്രതാനി ച പ്രിയതേ അമനയാ ഭക്ത്യ ഹരിരന്യദ്വിഡംബനം തതോ ഹരൗ ഭഗവതീ ഭക്തിം ഗുരുദാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ ദൈതേയായ ക്ഷരക്ഷാംസി സ്ത്രിയശൂദ്രാമൃജഭൂതസ ഖഗാ മൃഗാ പാപജീവാ സന്ധിഹ്യച്യുതതാം ഗതാ ഏതാവാനേവ ലോകേസ്മിൻ വംശസ്വാർത്ഥ പരസ്പൃത ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ശ്രീകൃഷ്ണാർപ്പണം. ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുജന്റെ ദൈത്യപുത്രാനുശാസനം നാമ സപ്തമാധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എങ്കിലും രാമനാമം അങ്കെല്ലാം ആഞ്ജനേയ എങ്കെല്ലാം ആഞ്ജനേയ അങ്കെല്ലാം നാദബ്രഹ്മം എങ്കെല്ലാം രാമനാമം അങ്കെല്ലാം ആഞ്ജനേയം എങ്കെല്ലാം ആഞ്ജനേയം അങ്കെല്ലാം നാദരൂപം സഞ്ജലമെன்று சொன்னான் சங்கடம் தீர்த்து தருவான் சஞ்சலமென்று சொன்னான் சங்கடம் தீர்த்து தருவான் அஞ்சனாதேவி பாலன் அன்பினால் ராமதூதன் அஞ்சனாதேவி பாலன் அன்பினால் ராமதூதன் எங்கெல்லாம் ராமநாமம் அங்கெல்லாம் ஆஞ்சநேயன் எங்கெல்லாம் ஆஞ்சநேயர் அங்கெல்லாம் நாதரூபம் கைரண்டும் கூப்பி நின்று கண்ணீர் மல்கி நின்றார் கைரண்டும் கூப்பி நின்று கண்ணீர் மல்கி நின்றார் ராமநாமமே உரைத்த விரைந்தோடியே வருவார் ராமநாமமே உரைத்த விரைந்தோடியே வருவார் எங்கெல்லாம் ராமநாமம்
എങ്കെല്ലാം ആഞ്ജനേയൻ എങ്കെല്ലാം ആഞ്ജനേയൻ അങ്കെല്ലാം നാദരൂപം നെഞ്ചെല്ലാം ഭക്തിഭാവം നിത്യബ്രഹ്മചാരി രൂപം നെഞ്ചെല്ലാം ഭക്തിഭാവം നിത്യബ്രഹ്മചാരി രൂപം സഞ്ജീവനി കൊണ്ടുവരുവാൻ ചിരഞ്ജീവിയാം ഹനുമാൻ സഞ്ജീവനി കൊണ്ടുവരുവാൻ ചിരഞ്ജീവിയാം ഹനുമാൻ എങ്കെല്ലാം രാമനാമം അങ്കെല്ലാം ആഞ്ജനേയൻ എങ്കെല്ലാം ആഞ്ജനേയൻ അങ്കെല്ലാം നാദരൂപം അങ്കെല്ലാം നാദരൂപം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ പ്രാർത്ഥിപ്പു നിങ്ങൾ പണിഞ്ഞിവനെന്നുമേവം രൂപം തുതിയമകതാരിൽ വിളങ്ങിടട്ടെ നിന്നാമെന്നൂരിയാടുവതായി വരട്ടെ കാണായി വരട്ടെ സതതം തവ പാദയുഗ്മം കാണായി വരട്ടെ സതതം തവ പാദയുഗ്മം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പിന്നീട് ശ്രീമദ് ഭാഗവതത്തിലെ 4-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞു നിർത്തിയ പ്രചേതസ്സുകളുടെ കഥ 6-ാമത്തെ സ്കന്ധത്തിൽ പിന്നീട് ആരംഭിക്കുകയാണ്. പഞ്ചമസ്കന്ധം മുഴുവൻ ആ വസ്തുത വിട്ട് പിന്നീട് ദക്ഷന്റെ ജന്മം പറയാനായിട്ടുണ്ട്. അതായത് പ്രാചേതസ്സുകൾ മാരിഷ എന്നുള്ളതായ വൃക്ഷങ്ങളുടെ പുത്രിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. കാരണം പ്രചേതസ്സുകളുടെ തപസ് കഴിഞ്ഞ് വന്ന സമയത്ത് രാജ്യം മുഴുവൻ മരങ്ങളെ കൊണ്ട് മൂടിയിരുന്നു എന്നാണ്. കാരണം പ്രചേതസ്സുകളുടെ അച്ഛനായ പ്രാചീന ബർഹിസ് നാരദ മഹർഷിയിൽ നിന്ന് ഉപദേശം കിട്ടി. കർമാപവിദ്യതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ കർമ്മത്തിൽ നിന്ന് മോചനം ഉണ്ടാവലാണ് ആവശ്യം എന്ന് മനസ്സിലായതോടുകൂടി ഉടനെ തന്നെ പ്രാചീന ബർഹിസ് കൊട്ടാരം ഉപേക്ഷിച്ച് രാത്രിക്ക് രാത്രി സ്ഥലം വിട്ടു എന്ന്. തൻ്റെ രാജ്യത്തിനെന്ത് പറ്റും, കുടുംബത്തിനെന്ത് പറ്റും, അങ്ങനെയൊന്നും പിന്നെ പ്രാചീന ബർഹിസ് ചിന്തിച്ചില്ല. തനിക്ക് നേടേണ്ടത് ഈ കൊട്ടാരത്തിലെ ഈ രാജ്യത്തിൽ നിന്നല്ല എന്നറിഞ്ഞ് ആ സമയം തന്നെ പ്രാചീന ബർഹിസ് വേറെ ഒരു രാജാവിനെയോ പുത്രന്മാരെ രാജാവാക്കാൻ ഒന്നും നിൽക്കാതെ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് പ്രചേതസ്സുകൾ തിരിച്ചു വരുമ്പോഴേക്കും തപസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാജ്യമാകെ എന്തെന്നില്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന രീതി, ധാരാളം വൃക്ഷങ്ങളൊക്കെ വളർന്ന് കൃഷിക്ക് യാതൊരു വഴിയുമില്ലാത്ത രീതിയിലായി കണ്ടപ്പോൾ ഈ പ്രചേതസ്സുകൾക്ക് എന്തെന്നില്ലാത്തതായ കോപമുണ്ടായി ഈ വൃക്ഷങ്ങളോ. അതുകൊണ്ട് ഒന്നിച്ച് ഈ വൃക്ഷങ്ങളെ ചുട്ടുകരിക്കാനായിട്ട് തുടങ്ങി. അത് കണ്ട സമയത്ത് ഇന്ദ്രൻ ഈ പ്രചേതസ്സുകളോട് പറഞ്ഞു, ഈ വൃക്ഷങ്ങളെ അങ്ങനെ എന്ത് ചെയ്യരുത്, നിങ്ങൾ നശിപ്പിക്കരുത്, അത് ഭൂമിയുടേതായിട്ടുള്ള രോമാഞ്ചമാണ് എന്നാണ്. ഭൂമിക്ക് സന്തോഷം കൊണ്ട് രോമാഞ്ചം ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന വസ്തുതകളാണ് അത്രയും വൃക്ഷങ്ങൾ. നമ്മളൊക്കെ വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുന്നതോറും ആരുടെ രോമാഞ്ചം പോയി കിട്ടും, ഭൂമിയുടെ സന്തോഷമില്ലാതെയായിട്ട് തീരുന്നു. അതുകൊണ്ട് വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷയെ, സുന്ദരിയായിട്ടുള്ള മാരിഷയെ ഈ പ്രചേതസ്സുകൾക്ക് കാണിച്ചു കൊടുത്ത് ആ മാരിഷയെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ വൃക്ഷങ്ങള് ഈ പ്രചേതസ്സുകളുടെ ആരായിട്ട് തീർന്നു. വൃക്ഷങ്ങളുടെ മകളെ പ്രചേതസ്സുകളെ കല്യാണം കഴിച്ചാൽ എല്ലാവരും കൂടി ഇല്ലേന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഫാദറില്ല, അമ്മാനപ്പനായിട്ട് തീർന്നു. ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള സന്ദർഭങ്ങൾ, ഇത്തരം ചിന്തകൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം ഏതോ ഒരു തരത്തിൽ നമ്മുടെ ഈ വൃക്ഷങ്ങളുമായിട്ട് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ പുരോഗതിയിലൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളും പല വിധത്തിലുള്ള വൃക്ഷങ്ങൾക്ക് ദൈവീകതയൊക്കെ കൽപ്പിച്ച് അതിനെ പ്രദക്ഷിണം വയ്ക്കുക, അതിനെ നമസ്കരിക്കുക, അതിന് വെള്ളം ഒഴുക്കിക്കൊടുക്കുക എന്നൊക്കെ പറയാൻ കാരണം ആ വൃക്ഷങ്ങളിൽ നിന്ന് ശേഖരിച്ചതായ ചില അംശങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന്.
അപ്പൊ അത് അതേ രീതിയിൽ പരിപാലിക്കാൻ സാധിച്ചാൽ ആ ശരീരത്തിൽ ആരോഗ്യവും അണുബാധയും ഒന്നും ഉണ്ടാവില്ല. കാരണം ഏതോ ഒരു തലത്തില് ആ വൃക്ഷത്തിന്റെ നിർമ്മിതിയുമായിട്ട് നമ്മുടെ ശരീര നിർമ്മിതിക്ക് വളരെയധികം എന്തുണ്ട്, ബന്ധമുണ്ട്. നമ്മൾ പുതുതായി പല വസ്തുതകൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ പാരമ്പര്യത്തിൽ നിന്ന് എന്തൊക്കെ ഉപയോഗിച്ചുണ്ടായി എന്നുള്ളതിന്റെ അടിസ്ഥാനമില്ലാതെയാവുന്നില്ല. അതുകൊണ്ടാണ് വൃക്ഷങ്ങളെ മാനിക്കണം, ചുറ്റുപാടുകളെ മാനിക്കണം എന്ന് പറയാനാണ്. അങ്ങനെ മാരിഷി വിവാഹം കഴിച്ച പ്രതിരസകൾക്ക് മാരിഷയിൽ ഉണ്ടായ പുത്രനാണ് ദക്ഷൻ. ആ ദക്ഷൻ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് തയ്യാറായ സമയത്ത് അദ്ദേഹം തപസ്, ഹംസഗുഹ്യ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്തോത്രം ജപിച്ച് തപസ് ചെയ്തു എന്നാണ്. ഏതൊരു സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ വിജയത്തിനായിക്കൊണ്ട് ഈ ഹംസഗുഹ്യ സ്തോത്രം ജപിക്കണം എന്നാണ് അതിൻ്റെ നിയമം. അങ്ങനെ ദക്ഷന് 1000 പുത്രന്മാരെ സൃഷ്ടിച്ചു. ഹര്യശ്വന്മാർ എന്നവർക്ക് പേരൊക്കെ ഇരിക്കും. അങ്ങനെ 1000 പുത്രന്മാരോട് ഈ സൃഷ്ടികർമ്മങ്ങളിൽ സഹായിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് അവരോട് ആദ്യം നിങ്ങൾ അതിനാവശ്യമായ ശക്തി ശേഖരിക്കൂ, തപസ് ചെയ്തു വരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ തപസ്സിന് പോകുന്ന ഹരീശ്വന്മാരെ കണ്ടപ്പോൾ നാരദ മഹർഷി അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. വാചക്കൂടം എന്നാണ് ഭാഗവതത്തിൽ നിന്ന് പറയുന്നത്. അസത്കർമ്മവിർഭവേ, അസത്തായിട്ടുള്ള കർമ്മം കൊണ്ട് എന്ത് ലഭിക്കാനാണ് എന്നാണ് ഒരു ചോദ്യം. സത്തിനെ അറിയാൻ പ്രവർത്തിക്കുന്നതിന് പകരം അസത്തായ ജീവനില്ലാത്ത വസ്തുക്കളെ കുറിച്ച് പഠിച്ച് അറിഞ്ഞ് അവയെ നിലനിർത്താൻ ഒക്കെ പരിശ്രമിക്കുന്നതിൽ എന്താണ് കാര്യം? അതുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യങ്ങളെ ഉത്തരം കണ്ടുപിടിക്കൂ. ഒരു ഗുഹയിൽ പ്രവേശിച്ചാൽ തിരിച്ചു വരാൻ പറ്റാത്ത വിധമുള്ള ഒരു വസ്തുതയുണ്ട്, അത് ഏതാണ് എന്ന ഒരു ചോദ്യം. ഈ ഭൂമിയുടെ അറ്റം ഏതാണ് എന്നൊരു ചോദ്യം. അങ്ങനെയൊക്കെ ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചു വന്നു. ആ ചോദ്യങ്ങളുടെ വസ്തുത അതൊക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള ഹരീശ്വന്മാർക്ക് ഈ രാജ്യഭരണത്തിലും സൃഷ്ടികർമ്മങ്ങളിലും ഒന്നും താല്പര്യമില്ലാതെയായി. അവര് ആ ചോദ്യങ്ങളെ പറ്റി ചിന്തിച്ച് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിനിടയ്ക്ക് അവരുടെ മാനസിക രീതി ഈശ്വരനെ അറിയലാണ് ജീവിതം എന്ന നിലയ്ക്കായി. അതുകൊണ്ട് ഹരീശ്വന്മാർ പിന്നെ തിരിച്ചു വന്നില്ല. നാരദ മഹർഷി പറഞ്ഞതായിട്ടുള്ള മോക്ഷമാർഗത്തെ സ്വീകരിച്ചു, അവര് സന്യാസി ജീവിതം സ്വീകരിച്ചു എന്ന്. അതറിഞ്ഞ സമയത്ത് ഈ ദക്ഷൻ വീണ്ടും പുത്രന്മാരെ സൃഷ്ടിച്ചു. അവർക്ക് ശബളാശ്വന്മാരെ എന്ന പേരൊക്കെ ഇട്ടു. ഈ ശബളാശ്വന്മാരും തപസ്സിനായിട്ട് പോകുമ്പോൾ നാരദ മഹർഷി അവരെയും തടഞ്ഞു. നിങ്ങളുടെ ജ്യേഷ്ഠന്മാർ പോയ വഴി അറിയൂ, അവർക്ക് എന്ത് പറ്റി എന്ന് അറിയൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശബളാശ്വന്മാരും ഇതുപോലെ ഈ ചോദ്യവും ഉത്തരവും ഒക്കെ അവരും തപസ്സിന് പോയി, അവരും സന്യാസി മാർഗത്തെ സ്വീകരിച്ചു. അതറിഞ്ഞതോടുകൂടി ദക്ഷന് ഈ നാരദ മഹർഷിയോട് എന്തെന്നില്ലാത്തതായ കലിയുണ്ടായി. സാധുവാണ് എന്ന് പറഞ്ഞ് സന്യാസി ജീവിതമൊക്കെ ജീവിക്കുന്നത് പോലെ അസാധുവാണെന്ന്, കാരണം എൻ്റെ പുത്രന്മാരെയൊക്കെ വഴിയാധാരമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാരദ മഹർഷിയെ ശപിച്ചു എന്നാണ് ദക്ഷൻ. ഒരു ഭാഗത്ത് ഇരിപ്പുറയ്ക്കാതെ പോവട്ടെ എന്നായിരുന്നു ശാപം. പക്ഷെ നാരദ മഹർഷി അത് ഒരു ശാപമായിട്ടല്ല കണ്ട്, സൗകര്യമായിട്ട് കണ്ടു. കാരണം എപ്പോൾ എവിടെ പോകണം എന്ന് തോന്നിയാലും ഉടനെ അവിടെ എത്തും. എന്തുകൊണ്ട്? ഈ ദക്ഷൻ്റെതായ ശാപം. അപ്പൊ ദക്ഷൻ വാസ് പ്രൊവൈഡിങ് ദ നീഡഡ് ഫ്യൂയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇതിൻ്റെയൊക്കെ വില കൂടി വരികയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അന്ന് ദക്ഷൻ കൊടുത്ത ഒരു അനുഗ്രഹമാണ്. ഏത് സ്ഥലത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആവശ്യമില്ല, പെട്രോളോ ഡീസലിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് അതാത് സമയത്ത് വന്ന് നിറഞ്ഞോളും. അങ്ങനെ ഒരു അനുഗ്രഹം ഇപ്പൊ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ നാരദ മഹർഷി അത് തെറ്റായിട്ട് കണ്ടില്ല എന്ന്. അങ്ങനെ നാരദ മഹർഷി അന്ന് മുതൽ പല സ്ഥലങ്ങൾക്കും സന്ദർശിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ ചരിത്ര രൂപത്തിൽ, കഥാരൂപത്തിൽ പറഞ്ഞ വസ്തുത പലപ്പോഴും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും ഒക്കെ സ്വീകരിക്കുന്നത് നമ്മളുടേതായ ആശയങ്ങളോ നമ്മുടേതായ ചുറ്റുപാടുകളോ അല്ല. അവരെ പലപ്പോഴും പുറമേയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന വലിയൊരു സത്യമാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്ത് അത് വളരെ വ്യക്തത വേണം. എന്ത്, നമ്മുടെ പുത്രനോ പുത്രിയോ അല്ലെങ്കിൽ പൗത്രനോ പൗത്രിയോ ഒക്കെ ആരാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ നിയന്ത്രിക്കപ്പെടുന്നത് ആരാലാണ്? ചുറ്റുപാട് മറ്റ് ആളുകളെ കൊണ്ടാണ്. അതിന് ആ മനസ്സിന്റെ രീതി അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ രീതി അങ്ങനെയാണ്. അത് തിരിച്ചറിയാം. കാരണം ഒരു സമയം കഴിഞ്ഞിട്ട് അത് പലതും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അച്ഛനമ്മമാരൊക്കെ വളർത്തും. പിന്നെ വളർന്നു വരുമ്പോൾ ആ കുട്ടികൾ മറ്റുള്ളവർക്ക് ഉപകാരമായ രീതിയിൽ അല്ലെങ്കിൽ ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കും. ഈ അച്ഛനും അമ്മയ്ക്കും പലപ്പോഴും ദോഷകരമായി തീരും. എന്തേ അങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ അച്ഛനമ്മമാരെ അറിയുന്നില്ല. എന്തറിയുന്നില്ല? ആ പുത്രന്മാരെ പുത്രിമാരെ വേണ്ട രീതിയിലാണോ നമ്മൾ വളർത്തുന്നത് എന്ന് ഒരു കാഴ്ചപ്പാടില്ല. ആരോടും ചോദിക്കാറുമില്ല. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ജനിച്ചു, മകനോ മകളോ ഒക്കെ ജനിച്ചു, 5-6 മാസമായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പുത്രന്മാരെ പുത്രിമാരെയോ ഒക്കെ വളർത്തി വേണ്ട രീതിയിലാക്കിയതായ ആ കുടുംബത്തിൽ തന്നെ അമ്മാവന്മാരോ വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അവരോടൊന്ന് വെറുതെ ചോദിച്ചാൽ മതി, നിങ്ങളുടെ 2-3 കുട്ടികളെ നല്ല രീതിക്കൊക്കെ വളർത്തിയാൽ എങ്ങനെയാണത്? അങ്ങനെ ഒരിക്കലും ചോദിക്കുമോ? കാരണമൊക്കെ നമുക്ക് നല്ല വിവരേണ്ടതാണ്. അവസാനം എല്ലാം കൂടി തകരാറായിട്ടാണ് അയ്യട അങ്ങനെയായി എന്ന് പറയും. അതാണ് നമ്മൾ ഈ പറഞ്ഞതായിട്ടുള്ള അറിവിനോട് താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഇത് ഇത്രയൊക്കെ വിശദമായിട്ട് പറയാൻ കാരണം ഇവിടെയുള്ള ആളുകളുടെ മക്കളൊക്കെ വളർന്ന് അവരവരുടെ വഴിക്കായിട്ടുണ്ടാവും. ഇതിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിങ്ങനെ താടിയിൽ കൈവച്ചിരിക്കുന്നത് നേരത്തെ അറിഞ്ഞാങ്കിൽ എന്ന് പറയും. അപ്പോൾ നേരത്തെ അറിയാൻ ആരാ വേണ്ടെന്ന് പറഞ്ഞത് ചോദിച്ചാൽ അപ്പം ഇനി ആ പുത്രന്മാരോടോ പുത്രിമാരോടോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഒരു എൻ്റെ പേര് പറഞ്ഞോളൂ, എന്ത് ചീത്തയാലും അവർ എനിക്കിട്ട് പറഞ്ഞോട്ടെ. അപ്പം നിങ്ങൾ പറഞ്ഞു എന്ന് വേണ്ട. അന്നിപ്പോൾ പോയപ്പോൾ കുട്ടാ ഞാനൊരു കാര്യം കേട്ടു, അവനവൻ്റെ മക്കളെയൊക്കെ നോക്കുന്ന രീതി, അവരുടെ വളർച്ച, അതിന് താല്പര്യം ഒക്കെ അതൊക്കെ വേണ്ട പോലെ ആവുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതൊക്കെ വേറെ ഓരോ തരത്തിലാവും. അങ്ങനെയാണ് ആ തിരുമേനി പറഞ്ഞത് എന്ന് പറഞ്ഞു. എൻ്റെ മൊബൈൽ നമ്പർ മാത്രം കൊടുക്കണ്ട, അവർ വിളിച്ച് ചീത്ത. അപ്പോൾ പറഞ്ഞ വസ്തുത, ഞാൻ ബോംബെയിൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് കുട്ടികൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ കിട്ടുള്ളൂ. അവരുടെ ഭാഗവതം പഠിക്കാമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സൊക്കെ തുടങ്ങി. 12 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കുറച്ച് കുട്ടികൾ 10 കൊല്ലം മുമ്പാണ്, 2-3 കൊല്ലത്തോളം ആ ക്ലാസ് ഞാൻ എടുത്തു. അപ്പോൾ അതൊന്ന് ഞാൻ മനസ്സിലാക്കിയ കുട്ടികൾ 10-40 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ 10-40 കുട്ടികളുടെ ക്ലാസ് നിന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ 3 കൊല്ലം. കാരണം അതിൽ ഒരു 10-22 വയസ്സായ ഒരു വ്യക്തി പെട്ടെന്ന് ബ്രഹ്മചാരിയുടെ പഠനത്തിനായിട്ട് ചേർന്നു. അതോടുകൂടി എല്ലാവരും കൂടി ആ ക്ലാസ് നിർത്തി. കണക്കിന് പോയാൽ അപ്പോഴാണ് ഈ നാരദ മഹർഷിയുടെ കാര്യം ഞാൻ ആലോചിച്ചത്. അതോടെ ആ ക്ലാസ് നിന്നുപോയി. കുട്ടികളെ കിട്ടാതെ ജനമ്മമാർ കരുതി കണക്കിന് പോയാൽ. എന്നാൽ ആ വ്യക്തി വളരെ ഉയർന്ന രീതിയിൽ വളരെ ആളുകൾക്ക് ഉപകാരപ്രദമായ വലിയ ഒരു മഠത്തിൻ്റെ അധിപനും സന്യാസിയും ഒക്കെ ആയിട്ട് ആയിത്തീർന്നു. അത് വേറെ കാര്യം. അപ്പം അത് ആണ് ഈ കഥ പറയുമിരിക്കുമ്പോഴും ആ ഒരു ഓർമ്മ വരും. ഈ കഥ അന്നേ ഞാൻ വായിച്ചിരുന്നെങ്കിൽ ഈ അപകടം പറ്റില്ലായിരുന്നു എന്ന്. കാരണം ആ കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അവരുമായിട്ട് ചർച്ചകളും ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കാര്യം അവരിൽ നിന്ന് മനസ്സിലാക്കിയത്, ആ കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു 10 കൊല്ലം മുമ്പാണ്. 18, 20, 22 വയസ്സ് പ്രായമായ കുട്ടികൾ. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ ആരാ? അച്ഛനും അമ്മയോടും. അവരങ്ങനെ കാണുന്നത്. കാരണം എന്തും നോ നോ എന്ന് പറയും. അങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം. അവരുടെ ഒരു സർവേ നടത്തിയപ്പോൾ അതിൽ 1-2 കുട്ടികൾക്ക് മാത്രമേ ഒരു സംശയമുള്ളൂ, അച്ഛനും അമ്മയും വേണ്ടതല്ലേ എന്ന്. ബാക്കിയുള്ളവർക്ക് 100% ഉറപ്പാകുന്നത് ഇത് വേണ്ടാത്തൊരു ഏർപ്പാടായിട്ട് പോയി ഇവരെ കൊണ്ട്. ക്ലാസ്സിലൊക്കെ പറഞ്ഞു നോക്കി, അച്ഛനമ്മമാർ അവരുടെ ജീവിതം പോലും തിരിച്ച് നിങ്ങളെ വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയാണ് അച്ഛനമ്മമാർ കരുതുന്നത്. ഈ കുട്ടികൾക്ക് വേണ്ടി അവർ വലിയ ത്യാഗവും ഒക്കെ സഹിച്ച് വളർത്തണം എന്നാണ് അവരും കരുതുന്നത്. പക്ഷെ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെയല്ല. അതുകൊണ്ട് അവർ ഗെറ്റിംഗ് ദ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇവരെ വിട്ട് അവർ വല്ലവരോടൊപ്പം പോകാൻ, അത് പഠനം എന്തെങ്കിലുമൊക്കെ പേര് പറയും. വിദേശത്ത് പോയാൽ കൂടുതൽ പഠിക്കാം എന്നൊക്കെ പറയും. ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി എന്നാണ്. അല്ലാതെ വിദേശത്തുള്ള പഠനമല്ല. പല വസ്തുതയും. അപ്പം ഇതെന്തിനായി പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഇപ്പോഴുള്ള തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്താൽ അതിൽ കുറച്ച് പേരെ രക്ഷപ്പെടും. ഇന്ന് വലിയ ചർച്ചയൊക്കെ ഉണ്ടായി. കാരണം ഈ പറഞ്ഞ ക്ലാസ്സിൽ വരുന്ന ഒരു പെൺകുട്ടി വേറെ അവരുടെ ഇതിലില്ലാത്തതായിട്ടുള്ള, അവരുടെ സമുദായത്തിലല്ലാത്ത വേറെ ഒരു സമുദായത്തിൽ ഒരാളെ പ്രേമിച്ചു എന്നുള്ളതിൻ്റെ മുകളിലാണ് ഈ ചർച്ചയൊക്കെ അവിടെ ഉണ്ടായത്. അപ്പം അതൊന്ന് ഉരുത്തിരിഞ്ഞ് വന്നത് ഈ 40 പേരിൽ 36 പേരും പറഞ്ഞ അഭിപ്രായം, അച്ഛനമ്മമാരാണ് ഏറ്റവും ഞങ്ങളുടെ കാണപ്പെട്ട ശത്രുക്കൾ എന്നാണ് അവർ കരുതുന്നത്. അത് തന്നെയാണ് ഇവിടെ ഈ അച്ഛൻ നാരദ മഹർഷിയെ ശലിച്ചു. കാരണം
ദക്ഷൻ വിചാരിച്ച രീതിയിൽ തൻ്റെ പുത്രന്മാർ പ്രവർത്തിക്കുന്നില്ല. നാരദ മഹർഷി ആ പുത്രന്മാർക്ക് ഇഷ്ടമായ രീതിയിൽ അവരെ മാറ്റിയെടുത്തു. അതുകൊണ്ടാണ് ദക്ഷൻ ശപിച്ചത്. ദക്ഷനെ ബ്രഹ്മാവ് സമാധാനിപ്പിച്ചു എന്നാണ്. നാരദ മഹർഷി ശാപമൊക്കെ കഴിഞ്ഞിട്ടും ദക്ഷന്റെ ക്രോധം ഇനി എന്താ വേണ്ട എന്നറിയാതെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ബ്രഹ്മാവ് സമാധാനിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഈ ലോകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ബ്രഹ്മാവിന്റെ ഉപദേശമുണ്ട്. എന്തായാലും ബ്രഹ്മാവിന്റെ ഉപദേശത്തിൽ നിന്ന് ഈ ദക്ഷൻ ഒരു കാര്യം മനസ്സിലാക്കി. ഈ പുത്രന്മാരെ സൃഷ്ടിച്ചാലേ ഇത്തരത്തിലുള്ള ഉപദേശവും സന്യാസവും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് പിന്നീട് 60 പുത്രിമാരെ സൃഷ്ടിച്ചു. വളരെ മനോഹരമായിട്ടുള്ള കൽപ്പനകളാണ്. ബോംബെയിലൊക്കെ ഇപ്പം അങ്ങനെയാണ്. ചില അച്ഛനമ്മമാർ പറയും മകളാണ് നന്നായി എന്ന്. കാരണം അവള് എപ്പോഴും ഞങ്ങളിലൊരു ശ്രദ്ധയുണ്ടാവും. ഇപ്പൊ അങ്ങനെയാണ് അവിടെ പറയുന്നത്. ഇവിടുത്തെ എനിക്കറിയില്ല. ബോംബെയിലുള്ള അച്ഛനമ്മമാർ പറയുന്നത് പെൺകുട്ടികളാണ് കുറച്ചെങ്കിലും കുടുംബത്തിൽ ശ്രദ്ധ, അച്ഛനമ്മയെ തിരിഞ്ഞു നോക്കാം. മറ്റേത് കല്യാണം കഴിച്ച് ആരും എന്തൊക്കെ ആയി പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. ഒരു കാലത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ആൺകുട്ടികൾ വേണമെന്നായിരുന്നു. ഇപ്പം ഇത് നേരെ തിരിഞ്ഞു. വലിയ മാറ്റങ്ങൾ. ഇവിടെ എറണാകുളത്തിൻ്റെ കാര്യം അറിയില്ല. എന്തായാലും ആരെങ്കിലും നിങ്ങൾ പിന്നെ പറഞ്ഞു തന്നാൽ മതി. ഞാനിത് ബോംബെയിൽ ചെന്ന് പറയാം. എറണാകുളത്ത് അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞ വസ്തുത. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഭാഗവതത്തിൽ പൂർവ്വകാലത്തിൽ നോക്കൂ. ആ ദക്ഷൻ പിന്നെ 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. ആ 60 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തു ഓരോരുത്തരെ. അതിൽ 28 പേരെ ചന്ദ്രനായിട്ട് കൊടുത്തു. ചന്ദ്രൻ താൻ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ ദക്ഷൻ ചന്ദ്രനെ ശപിക്കുകയും ചെയ്യും. മരുമകൻ വേണ്ട പോലെ ശ്രദ്ധിക്കണില്ല. രോഹിണി നക്ഷത്രത്തിനോട് മാത്രമായി ചന്ദ്രന് താല്പര്യം. അതറിഞ്ഞപ്പോൾ മറ്റു സഹോദരിമാരൊക്കെ ചേർന്ന് അച്ഛനായതിനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ 28 പേരെ വിവാഹം കഴിച്ച ഈ ചന്ദ്രൻ വലിയ വഞ്ചകനാണ്. ഒരു ഭാര്യയോട് മാത്രം താല്പര്യം കാണിക്കണമെന്ന്. അതറിഞ്ഞ വഴിയെ ഈ ദക്ഷൻ ആരെയും ശപിച്ചു? ചന്ദ്രനെ ശപിച്ചു. അത്രേ നിനക്ക് എന്തുണ്ടായിട്ട് തീരട്ടെ, ക്ഷയം ഉണ്ടാവട്ടെ. അങ്ങനെയാണ് ഈ ചന്ദ്രന് ക്ഷയം എന്ന് പറഞ്ഞാൽ ആ വെളുത്ത വാവ് കഴിഞ്ഞാൽ അത് ചെറുതായി വരിക. കല അത് ദക്ഷൻ കൊടുത്ത ശാപമാണ്. പിന്നീട് മഹാദേവനെ ഈ ചന്ദ്രൻ തപസ് ചെയ്ത് മഹാദേവനാണ് എന്ത് പറഞ്ഞു, ക്ഷയമുണ്ടെങ്കിൽ വൃദ്ധിയും ഉണ്ടാവട്ടെ. അങ്ങനെ ക്ഷയവും വൃത്തിയും. എന്നാൽ ക്ഷയം വേണ്ട എന്ന് മഹാദേവൻ അങ്ങനെ ഒരു വരം കൊടുത്തില്ല. ക്ഷയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൃദ്ധിയും ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് ഈ ചന്ദ്രന് 2 ഭാവമുണ്ട്. എന്തുണ്ട്? വൃദ്ധിക്ഷയങ്ങളുണ്ട്. അങ്ങനെയാണ് രാമചന്ദ്രൻ എന്ന പേര് വന്നത്. ശ്രീരാമൻ സൂര്യവംശത്തിലെ രാജാവാണ്. രാമൻ എന്ന് വിളിക്കാറില്ല. എങ്ങനെ വിളിക്കാറുള്ളൂ? രാമചന്ദ്രൻ എന്ന്. ഈ ചന്ദ്രൻ എന്ന് വരാൻ കാരണം ഈ രാമന്റെ ജീവിതത്തിൽ ഈ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞതിന്റെ വസ്തുത ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും എന്തുണ്ടാവും? ചില കാലങ്ങളിൽ ചില സമയങ്ങളൊക്കെ വളരെ ഗുണകരമായിട്ട് തീരും. അതിന് ചില സമയങ്ങളിൽ ചില കാലങ്ങളൊക്കെ ഉണ്ടായിട്ട് തീരും മോശമായിട്ട് വിഷമമായിട്ട് തീരും. അല്ലാണ്ട് ഏത് സമയത്തും എന്നുള്ള രീതിയില്ല. അതാരും പറയില്ല. തടിച്ചു വരുന്നവർ പറയില്ല, സംശയമായി ഏത് സമയത്തും വൃത്തിയില്ലേ. അങ്ങനെ എപ്പോഴും വൃത്തിയുള്ള ആൾക്കാരുണ്ട് എന്ന് പറയും. കാരണം ഇത് തടി ഇങ്ങനെ കൂടി വരികയല്ലാണ്ട് കമ്മിയായിട്ട് കാണാറില്ല ചിലവരില്ല. അതാണ് അപ്പോൾ ചിലപ്പോൾ പകുതി വെച്ച് സംശയം വരും. ഇപ്പൊ പറഞ്ഞത് ആ വസ്തുതയല്ല. ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് 2 ബാധകമാണ്. ആ 2 ഉണ്ടാകുമ്പോൾ എന്ത് വേണം? മനസ്സിന്റെ സമനില തെറ്റാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അത്യന്ത ഉപരതിർ എത്ര ദുഃഖസ്ഥജ സുഖസ്ഥജ എന്ന് ഭാഗവതത്തിൽ കപിലോപദേശത്തിൽ പറഞ്ഞു. സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും മനസ്സിന്റെ മുകളിൽ നിയന്ത്രണം വരും. സുഖം വരുന്ന സമയത്ത് തുള്ളിച്ചാടുന്ന ഒരു വ്യക്തിക്ക് ദുഃഖം വരുമ്പോൾ നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആ മനസ്സിനെ സുഖം വരുന്ന സമയത്ത് നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ദുഃഖം വരുന്ന സമയത്തും അതിനെ നിയന്ത്രിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഈ ദക്ഷന് തനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തുണ്ടായാലും ഉടനെ ശപിക്കുക. അങ്ങനെ ആ നാരദ മഹർഷി ഒരിക്കൽ ശപിച്ചു, പിന്നെ ചന്ദ്രനെ ശപിച്ചു. അങ്ങനെ ആ ദക്ഷന്റെ പുത്രിമാരിൽ നിന്ന് പിന്നീട് ഈ ലോകമുണ്ടായി എന്നാണ്. ഈ ലോകത്തിൽ അപ്പൊ അത് അടിസ്ഥാനമായിട്ട് ഏവരുടെയും ഒരു തുടക്കം ഈ ദക്ഷനിൽ നിന്നാണ് എന്ന് വേണം പറയാൻ. അങ്ങനെ ഈ ലോകത്തില് വളർച്ചയുണ്ടായി, സൃഷ്ടിയുണ്ടായി, അനവധി ജീവജാലങ്ങൾ ഉണ്ടായി. ആ കഥാഭാഗം പറയുമ്പോഴാണ് അത് കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള പരീക്ഷിത്ത രാജാവ് പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെയൊക്കെ കേട്ടാലും ഈ ശാപം എന്നങ്ങ് പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെയാണ് ഈ ചന്ദ്രന് ശാപം കിട്ടി എന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ ചന്ദ്രൻ്റെയൊക്കെ ദേവന്മാരുടെയൊക്കെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതി ഉണ്ടല്ലോ, ബൃഹസ്പതിക്ക് എന്ത് പറ്റി? ബൃഹസ്പതിയെ ഇന്ദ്രൻ ഉപേക്ഷിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, അതോ ബൃഹസ്പതി ഇന്ദ്രനെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു ചോദ്യം വന്നു. ഇപ്പൊ ചന്ദ്രന്റെ കാര്യത്തിൽ നിന്ന് ഇന്ദ്രന്റെ കാര്യത്തിലേക്ക് ഭാഗവതം പോച്ചെന്നു. അങ്ങനെ ഉടനെ തന്നെ ഈ ശുകബ്രഹ്മ മഹർഷി ഈ ഇന്ദ്രന്റെ രീതി പറഞ്ഞു കൊടുത്തു. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രതീകമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സുഖം വരുന്ന സമയത്ത് തുള്ളിച്ചാടി കളിക്കാം, ദുഃഖം വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് അനങ്ങാതെ കിടക്കുക, ആ രീതിക്കാണ്. അതുകൊണ്ട് ഈ അസുരന്മാരൊന്നും ആക്രമിക്കാതെ ഇരിക്കുന്ന ഒരു കാലത്ത് ഈ ഇന്ദ്രൻ കരുതി തൻ്റെ ശക്തി കൊണ്ടാണ് അസുരന്മാരെ ആക്രമിക്കാത്തത്, അതുകൊണ്ട് അതൊന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് നൃത്തനൃത്യങ്ങളൊക്കെ ഈ ഇന്ദ്രൻ സംഘടിപ്പിച്ചു എന്ന്. ഇന്ദ്രന്റെ സഭയിലുള്ളതായിട്ടുള്ള അപ്സരസ്സുകളെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ചു. ഇന്ദ്രസദസ്സിലെ അപ്സരസ്സുകൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ആരൊക്കെയാണ്? ഉർവശി, അങ്ങനെയൊക്കെ ആരൊക്കെ ഉണ്ട്. എന്തായാലും അവരുമായിട്ട് ആ നൃത്തങ്ങളൊക്കെ ഇന്ദ്രൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ബൃഹസ്പതി അവിടെ വന്നത്. ബൃഹസ്പതി വരാൻ കാരണം അസുരന്മാരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാനാണ്. പക്ഷേ ഗുരു ആയ ബൃഹസ്പതി വന്നപ്പോൾ ഈ ഇന്ദ്രൻ കണ്ട ഭാവം നടിച്ചില്ല. കാരണം ഇനി ഗുരു വന്നാൽ ഗുരുവിന് ഇരിക്കാനുള്ള സൗകര്യം ചെയ്യുക, അദ്ദേഹത്തെ പൂജിക്കുക ഒക്കെ കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ നൃത്യങ്ങളൊക്കെ നിർത്തിവെക്കേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ രസത്തിലുള്ള ഇന്ദ്രൻ കരുതി കണ്ടു നടിച്ചാലല്ലേ ഗുരുവിനെ, അതുകൊണ്ട് എന്ത് വേണ്ട, കണ്ടില്ല നടിക്കാം എന്ന് കരുതി ഇന്ദ്രൻ ആ വഴിക്ക് നോക്കി. ബൃഹസ്പതിക്ക് മനസ്സിലായി ഇന്ദ്രന്റെ മനസ്സിലെ രീതി തന്നെ അവഹേളിച്ചു. ഇന്ദ്രൻ ഇപ്പോ നൃത്യങ്ങളിലൊക്കെയാണ് താല്പര്യം, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നും പറഞ്ഞ് ബൃഹസ്പതി പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പോഴേക്കും മറ്റു ദേവന്മാരൊക്കെ ഇത് കണ്ടു. അവർ ഓടി വന്ന് ഇന്ദ്രനോട് പറഞ്ഞു, ഗുരു വന്നു, ശ്രദ്ധിച്ചില്ല എന്നൊക്കെ. അങ്ങനെ ഈ ദേവഗുരുവായ ബൃഹസ്പതി ഇന്ദ്രനെ ഉപേക്ഷിച്ചു, ദേവന്മാരെ ഉപേക്ഷിച്ചു എന്നുള്ളത് ആദ്യം അറിഞ്ഞത് ശത്രു ആയിട്ടുള്ള അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യൻ. ശുക്രാചാര്യനാണ് ഇത് ആദ്യമായി അറിഞ്ഞത് എന്നാണ്. അങ്ങനെയാത്രേ പല സ്ഥലങ്ങളിൽ അവനവന്റെ വീട്ടിലെ കാര്യം ആദ്യം അറിയുക ആരാന്ന് ചോദിച്ചാൽ ആരാ? ശത്രുവാ. അയാളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് അറിയുന്നതിന് മുമ്പ് അവർക്ക് അറിയും. ഇപ്പൊ ചില ഈ പൂർവ്വകാലങ്ങളിലൊക്കെ വിവാഹാലോചനയ്ക്കൊക്കെ പോയ പഴയ ആളുകൾ എവിടെ ചെന്ന് അന്വേഷിക്കാൻ ചോദിച്ചാൽ അടുത്ത വീടുകളിൽ അവരെ പറ്റി ചോദിക്കും. ഇവരുടെ വീട്ടിൽ പോവുകയില്ല, അടുത്ത വീട്ടിൽ പോയി ചോദിച്ചാൽ എല്ലാ വീടും കിട്ടും, ഇവരുടെ വീട്ടിൽ പോയിട്ടൊന്നും കിട്ടൂല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് ഈ ശുക്രാചാര്യൻ ഉടനെ അസുരന്മാരോട് പറഞ്ഞു, ഗുരുവില്ലാത്ത ദേവന്മാരെ ഒന്നിച്ചു നിൽക്കില്ല. അവര് പരസ്പരം കലഹിച്ച് നീയാണോ വലുത് ഞാനാണോ വലുത് എന്ന് പറഞ്ഞ് കലഹിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആക്രമിച്ചാൽ ദേവന്മാരെ തോൽപ്പിക്കാം. അങ്ങനെ വലിയ സൈന്യ സന്നാഹത്തോടുകൂടി അസുരന്മാര് ഇന്ദ്രനെ ആക്രമിക്കാനായിട്ട് വന്നു. ഇന്ദ്രനുടനടി മറ്റ് ദേവന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഓടി വരൂ, ആയുധമെടുക്കൂ, അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യാമെന്ന്. ദേവന്മാര് പറഞ്ഞു, ഈ ഇന്ദ്ര നിനക്ക് എപ്പോഴും യുദ്ധം ചെയ്യണ സമയത്ത് ഞങ്ങളെ ഓടി വരണം. ഇതാ ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു നൃത്യമൊക്കെ നീ സംഘടിപ്പിച്ച ഞങ്ങളെ ആരെയും വിളിച്ചില്ല. നല്ലത് വരുമ്പോൾ ഞങ്ങൾക്കൊന്നുമില്ല, യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഓടി വരണം. അത് വേണ്ട, ഇപ്രാവശ്യം നീ ഒറ്റയ്ക്കൊന്ന് യുദ്ധം ചെയ്ത് നോക്ക് എന്നും പറഞ്ഞ് ദേവന്മാരാരും യുദ്ധത്തിന് വന്നില്ല. ഇന്ദ്രൻ അസുരന്മാരുമായിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ തോൽക്കും എന്നുറപ്പായതോടുകൂടി ഇന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ബ്രഹ്മാവിനോട് ചെന്ന് ഈ അവസ്ഥ പറഞ്ഞു, ഒരു ഗുരുവില്ലാതെ ഈ ദേവന്മാരെ ഒന്നിച്ചു നിർത്താൻ പറ്റില്ല, പെട്ടെന്നൊരു ഗുരുവിനെ തരൂ എന്നായി. ബ്രഹ്മാവ് പറഞ്ഞ് ഈ ഗുരുവിനെ പെട്ടെന്ന് തരൂ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോലെയുള്ള ഒരു വസ്തുവല്ലല്ലോ. അനവധി കാലത്തെ തപസ്സുകൊണ്ടും പല വിധത്തിലുള്ള ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയമാണ് ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഒരു തത്വമാണ്, ഒരു ആശയമാണ്. ആ ആശയത്തെ മുറുക്കി പിടിക്കാൻ അല്ലെങ്കിൽ ആ ആശയപ്രകാരം ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഗുരുവായിട്ട് കണക്കാക്കാമെന്നാണ്. പ്രധാന ആശയമാണ്. അതുകൊണ്ട് ഗുരുവിനെ തരാനായിട്ട് വയ്യ എന്നായി. ഇന്ദ്രൻ പറഞ്ഞു, എങ്കിൽ ഏവരും തോൽക്കും, ദേവന്മാരൊക്കെ കൊല്ലപ്പെടും എന്നൊക്കെ പറഞ്ഞ സമയത്ത് വിശ്വരൂപൻ എന്ന് പറഞ്ഞ് തൊഷ്ട്രാവിൻ്റെയും രചനയുടെയും പുത്രനായിട്ടുള്ള വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചോളൂ എന്നായി ബ്രഹ്മാവ്. അങ്ങനെ ബ്രഹ്മാവിന്റെ വാക്ക് കേട്ട് ഈ ഇന്ദ്രൻ വിശ്വരൂപനെ കാണാനായിട്ട് ചെന്നു. വിശ്വരൂപനാണ് എന്നുണ്ടെങ്കിലോ പഠനമൊക്കെ കഴിഞ്ഞ സമയത്ത്, വേദമൊക്കെ പഠിച്ചു കഴിഞ്ഞ സമയത്ത് ഇന്ദ്രനോട് ചെന്ന് ചോദിച്ചതാണ്, അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങയ്ക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന്. പക്ഷെ ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, നിന്റെ അമ്മ രചന അസുര സ്ത്രീയാണ്, അതുകൊണ്ട് നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടതാണ്.
ഇപ്പം അതേ വിശ്വരൂപൻ്റെ അടുത്ത് ചെന്നിട്ടാണ് ഈ ഗുരുവായിട്ട് സ്വീകരിക്കണം എന്നും എന്നെ ഗുരുവാക്കണം എന്നും. അത് കേട്ട സമയത്ത് വിശ്വരൂപൻ ആദ്യം സമ്മതിച്ചില്ല. പൗരോഹിത്യം വിഗൃഹ്യത എന്നാണ്. വേറൊരു വ്യക്തിയെ നന്നാക്കാനായിട്ട് പോയി അവസാനം അയാളുടെ പാപമൊക്കെ ഏറ്റെടുക്കേണ്ടി വരും അയാൾ നന്നാവാൻ. അതുകൊണ്ട് പറഞ്ഞു ഈ ജോലിക്ക് ഞാനില്ല, എന്തായാലും ബ്രഹ്മാവ് പറഞ്ഞതല്ലേ അതുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വരൂപൻ പിന്നീട് ഇന്ദ്രന്റെ ഗുരു പദവി ഏറ്റെടുത്തു. വിശ്വരൂപൻ ചെന്ന് നോക്കുമ്പോൾ അസുരന്മാരെ തോൽപ്പിക്കാൻ ഈ ഇന്ദ്രന് ശക്തിയില്ല. പിന്നെ അസുരന്മാർക്ക് ഇല്ലാത്തതായിട്ടൊരു വസ്തുതയാണ് മന്ത്രസിദ്ധി. അതുകൊണ്ട് മന്ത്രസിദ്ധി ഉപയോഗിച്ച് ഈ അസുരന്മാരെ ജയിക്കാം എന്നറിഞ്ഞുകൊണ്ട് വിശ്വരൂപൻ ഇന്ദ്രനായിക്കൊണ്ട് ഈ ശത്രുക്കളെ ജയിക്കാനായിക്കൊണ്ടുള്ള ഒരു മന്ത്രം അവിടെ ഉപദേശിച്ചു. അങ്ങനെയാണ് നാരായണ കവചം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തിലെ 6-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തില് ആ മന്ത്രം ജപിക്കുന്ന രീതിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദൗധാംഗ്രി പാണിരാചമ്യാസപവിത്ര ഉദന്മുഖ അംഗന്യാസം കരന്യാസം. അതായത് കൈകാലുകളൊക്കെ കഴുകി വടക്കോട്ട് നോക്കി ഇരുന്ന് ശബ്ദമടക്കി പവിത്രമിട്ട് ശരീരത്തിലെ ഓരോ പ്രധാന ഭാഗങ്ങളൊക്കെ ഈശ്വരീയമാണ് എന്ന് കൽപ്പിക്കാനായിക്കൊണ്ട് നാരായണായ നമ എന്നുള്ള മന്ത്രവും വാസുദേവായ നമ എന്നുള്ള മന്ത്രവും ഒക്കെ ഉപേക്ഷിച്ച് അംഗന്യാസം കരന്യാസം ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് അതിൽ പൂർണ്ണ ശ്രദ്ധ വേണം. യു നീഡ് ടു ഗെറ്റ് കണ്ടീഷൻ. അപ്പം അതിനു വേണ്ടിയാണ് കുറേ എന്ത് ചെയ്തു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചെയ്യുന്ന സമയത്ത് പതുക്കെ 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 ഈ ലോകത്തിലും വസ്തുക്കളിലും ഒക്കെ ഉള്ളതായ ശ്രദ്ധ ആ ജപിക്കുന്ന മന്ത്രത്തിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ കുളിച്ച് വിളക്ക് കൊളുത്തി നാമം ജപിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ച് വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന തുടങ്ങിയ പരിചയിച്ച ഒരാൾക്ക് കുളിച്ച് വിളക്ക് കൊളുത്തുമ്പോഴേക്കും അയാളുടെ മനസ്സ് സജ്ജമായി എന്തിന് ആ നാമം ജപിക്കാം. അപ്പം അതുകൊണ്ടാണ് പല ഈ മനസ്സിൻ്റെ ഗൗരവം ഉണ്ടാവാൻ വേണ്ടിയാണ് പല നിഷ്കർഷയും ആചാരങ്ങളും. ആ ആചാരങ്ങൾ അതുപോലെ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ വളരെ വേഗം ഗുണം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കുളിച്ച് ശുദ്ധമായിട്ട് പോകൂ എന്ന് പറയുന്ന സമയത്ത് ആ കുളി കഴിയുമ്പോഴേക്കും ക്ഷേത്രത്തിൽ പോകാൻ മനസ്സിന് ഔത്സുക്യമായി. ആ പവിത്രതയോടുകൂടി ആ കുളി കഴിയുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന ശുദ്ധിയോടുകൂടി ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ നാരായണ കവചം എന്നുള്ളത് ധാരാളം പേര് ജപിക്കുന്നുണ്ട്. ഇതിൻ്റെ നിയമമൊക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ അവർ ജപം നിർത്തും. അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ബലം അതിൽ പറഞ്ഞ പോലുള്ള ബലം വരണമെങ്കിൽ എന്ത് വേണം, അത് സമാഹിതമായിട്ട് മനസ്സിനെ പൂർണ്ണമായിട്ട് അതിൽ നിർത്തിക്കൊണ്ട് ജപിക്കാനായിട്ട് സാധിക്കണം. അതിനാണ് ഈ പറഞ്ഞതായ ചിട്ടകളൊക്കെ. അങ്ങനെ വിശ്വരൂപൻ പഠിപ്പിച്ചു കൊടുത്തതായ ഈ നാരായണ കവചമന്ത്രം, ഇതിൽ കവചം എന്നുള്ള വാക്കിനർത്ഥം പ്രൊട്ടക്ഷൻ എന്നാണ്. നമ്മളെ രക്ഷിക്കുന്നത് 2 തരത്തിലാവാം. പുറം ലോകത്തിലുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷ എന്നാവാം, അല്ലെങ്കിൽ നമ്മളെ തന്നെയുള്ള നമ്മുടെ ശത്രുക്കളായ കാമക്രോധ മതലോഭങ്ങളിൽ നിന്നുള്ള രക്ഷ എന്നും ആവാം. ജലേഷുമാം രക്ഷതു മത്സ്യമൂർത്തി എന്ന് പറഞ്ഞാണ് മന്ത്രം തുടങ്ങുന്നതൊക്കെ. അതിനു മുമ്പ് ധ്യാനമുണ്ട്. അഷ്ടബാഹുവായിട്ടുള്ള വിഷ്ണുവിനെ ധ്യാനിക്കണം. ആ ധ്യാനം വേണ്ട രീതിയിൽ ആയതിനു ശേഷം വേണം ഈ മന്ത്രം ജപിക്കാൻ. അപ്പം ജലത്തിലായിക്കൊണ്ട് മത്സ്യമൂർത്തിയായ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ജലത്തിൻ്റെതായ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർവ്വകാലങ്ങളിൽ ഈ മന്ത്രങ്ങളൊക്കെ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ്. അതുകൊണ്ട് ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വസ്തുക്കളും വരുമ്പോൾ ഇതിൽ കുറഞ്ഞൊരു മാറ്റങ്ങൾ വരും. പൂർണ്ണമായിട്ട് അതുപോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അവർ ആ കണ്ടുപിടിച്ച മഹർഷിമാരുടെ തലത്തിൽ ഇത് ശരിയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെ പാലമോ അണക്കെട്ടുകളോ ഒന്നുമില്ല. പുഴകൾ നിറഞ്ഞിങ്ങനെ ഒഴുകും. ആ പുഴകൾ കടന്നു വേണം ഓരോ സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ പുഴയിൽ എന്ത് വേണം, ആ ചെറിയതായ തോണികൾ. ഇന്നത്തെ പോലെ മോട്ടോർ ബോട്ടൊന്നുമില്ല. ആ തോണിയിൽ കയറിയിരുന്നാൽ നമശിവായ 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 എന്ന് താനെ വരും. കാരണം എന്താ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. ചിലപ്പോൾ വഴിക്ക് വെച്ച് അതെന്താവും, വെള്ളത്തിൽ മുങ്ങും. അപ്പം അതുകൊണ്ട് നാമം താനെ വരും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജലത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ തുടങ്ങും. ഇങ്ങനെ ഓരോ സ്ഥലത്തും പർവ്വതങ്ങളിലൊക്കെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ പരശുരാമൻ രക്ഷിക്കട്ടെ, ആകാശത്ത് സഞ്ചരിക്കവരണമെങ്കിൽ ശ്രീരാമൻ രക്ഷിക്കട്ടെ, സാധാരണ വഴി നടക്കുന്ന സമയത്ത് വരാഹമൂർത്തി രക്ഷിക്കട്ടെ. ഇന്നിപ്പോൾ ആ മന്ത്രങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്. കാരണം ഇവിടുത്തെ വഴികളൊക്കെ ഓരോ റോഡ് കൂടെ നടക്കുമ്പോൾ ആ വരാഹമൂർത്തിയുടെ മന്ത്രം ജപിച്ച് നടക്കുക തന്നെയാണ് നല്ലത്. കാരണം ഈ ശകടാസുരന്മാർ വണ്ടികൾ അവിടെ ഏതെങ്കിലും ഒരാളുടെ കൈ ശരിയല്ല വെച്ചാൽ പിന്നെ കുറച്ച് ദിവസം ആസ്പത്രി കിടക്കേണ്ടി വരും. അപ്പോൾ നാമം ജപിക്കേണ്ട ധരിക്കാം. അതിന് മുമ്പ് തുടങ്ങിയ ഇവിടുത്തെ റോഡുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ
പല വാഹനങ്ങൾ ഏതെങ്കിലും വന്ന് മുട്ടിയാലോ. അതുകൊണ്ട് ഈ മന്ത്രങ്ങൾക്ക് അന്നത്തെ രീതി അല്ലെങ്കിലും വേറൊരു രീതിയിലും പ്രസക്തിയില്ല. അതായത് ജീവിതത്തിൽ ആ കാലഘട്ടങ്ങളിൽ വന്ന് ഭവിച്ചേക്കാവുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ആ തടസ്സങ്ങളിലേക്ക് മുൻകൂട്ടി കണ്ട് ആ തടസ്സങ്ങളിൽ നിന്നൊക്കെ പ്രതിവിധി ആ കാലത്ത് മുൻകൂട്ടി തന്നെ കണ്ട് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആ മന്ത്രം വേണ്ട രീതിയിൽ സിദ്ധി വരുത്തിയ ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള ജീവിതത്തിൽ പ്രതിബന്ധങ്ങളുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവിധത്തിൽ ജീവിതത്തിൽ വന്നേക്കാവുന്ന പ്രതിബന്ധങ്ങളെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ട് അവയ്ക്കൊക്കെ പരിഹാരം ഒന്നിച്ചൊരു മന്ത്രത്തിൽ കൂടിയ അതാണ് നാരായണ കവചം എന്നുള്ള മന്ത്രത്തിന്റെ മഹത്വം. ആ മന്ത്രം ഇന്ദ്രൻ സ്വയാത്തമാക്കി നാരായണ കവച മന്ത്രത്തിന്റെ ജപം കൊണ്ട് അസുരന്മാര് ഭയന്നോടി എന്നാണ്. അസുരന്മാർക്ക് എന്തെന്നില്ലാത്ത ഭയമുണ്ടായി. അങ്ങനെ അസുരന്മാരിൽ നിന്നും രക്ഷപ്പെട്ടു എന്നൊക്കെ ആയപ്പോൾ ഇന്ദ്രന് വീണ്ടും മനസ്സിനെ എന്തെന്നില്ലാത്തതായിട്ടുള്ള ജാള്യതയില്ല, തമോ ഗുണമുണ്ടായി. അതുകൊണ്ട് ഒരിക്കലും വിശ്വരൂപൻ യാഗം നിത്യമായിട്ട് ഗുരുവായ വിശ്വരൂപന് നിത്യമായിട്ട് ഈശ്വരവചനമാണ്. കാരണം ഈ ഒരു ഗുരു നിത്യമായിട്ട് ഈശ്വരനെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കണം. കാരണം ഏത് ശിഷ്യനാണ് എവിടെയാണ് അപകടം ഉണ്ടാക്കുക എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. അവനവന് വേണ്ടിയല്ല, പല ശിഷ്യന്മാരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് വിശ്വരൂപൻ ഈ ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിത്യമായിട്ട് ധാരാളം യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വിശ്വരൂപന് തൻ്റെ അമ്മയെ ഓർമ്മ വരും. അമ്മയാണ് തന്നെ ഇപ്പോൾ ഈ സ്ഥിതിയിൽ എത്തിച്ചിരിക്കുന്നത്. ദേവന്മാരുടെയൊക്കെ പോവാൻ കാരണം എന്താ? ആ ചെറുപ്പത്തിൽ തന്നെ അമ്മ തന്നെ വേണ്ട രീതിയിൽ വളർത്തി തന്നിലുള്ളതായ ആത്മീയ ശക്തിയെ ഉണർത്താൻ പറ്റുന്നതായുള്ള രീതിയിൽ ആ അമ്മ തന്ന അഭ്യാസമാണ് എന്നുള്ളത് കൊണ്ട് അമ്മയുടെ ഓർമ്മ വരുമ്പോൾ അസുരായ ആ അമ്മയ്ക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഹോമിക്കുന്ന ഇന്ദ്രൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഇന്ദ്രൻ കേട്ടത് അസുരായ സ്വഹ, തൻ്റെ ശത്രു നന്നാവട്ടെ എന്ന്. ഉടനെ തന്നെ ഇന്ദ്രൻ തൻ്റെ വാളുകൊണ്ട് ഈ വിശ്വരൂപനെ വെട്ടി എന്നാണ്. വിശ്വരൂപനാണെങ്കിലോ മരിച്ചില്ല, മന്ത്രശക്തി ഉള്ളത് കൊണ്ട് 3 പക്ഷികളായിട്ട് പറഞ്ഞുപോയി വിശ്വരൂപന്റെ ജീവൻ എന്നാണ്. തിത്തിരപ്പക്ഷി, കളരിങ്കപ്പക്ഷി, കുരവപ്പക്ഷി എന്നൊക്കെ അതിൽ പക്ഷികളുടെ പേര് പറയുന്നുണ്ട്. ശബ്ദമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പക്ഷികളുടേതായിട്ടുള്ള രീതി, കാരണം ഇന്ദ്രന് 3 തരത്തിലുള്ളതായ ആഹാരം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ ഈ ദേവനായിരുന്നു, ത്വഷ്ട്രാവ്. അപ്പൊ ദേവന്മാര് കഴിക്കുന്നതായിട്ടുള്ള ആഹാരം, ദേവന്മാര് കഴിക്കുന്ന ആഹാരമാണ് എന്ത്? അമൃത് പാനം ചെയ്യാൻ കഴിവുള്ളവരാണ് ദേവന്മാർ. അപ്പൊ അതുകൊണ്ട് ദേവന്മാര് കഴിക്കുന്ന അമൃത് കഴിക്കാനായിക്കൊണ്ടൊരു വായ, അസുരന്മാര് കഴിക്കുന്നതാണ് മദ്യം, അത് കഴിക്കാനായിക്കൊണ്ടൊരു വായ, പിന്നെ മനുഷ്യര് കഴിക്കുന്നത് എന്താ? ന്യൂഡിൽസോ? ഉത്തരം വരും. അന്നം. അപ്പൊ ഈ 3 തരത്തില് ഉള്ള വായകളുണ്ടായിരുന്നു. 3 പക്ഷികളായിട്ട് പറഞ്ഞുപോയി. മരിച്ചു എന്ന് പറയുന്നില്ല. എന്തായാലും വിശ്വരൂപനെ വെട്ടിക്കൊല്ലാൻ നോക്കിയത് കൊണ്ട് ഈ ഇന്ദ്രന് ബ്രഹ്മഹത്യാപാപമുണ്ടായി. ഗുരുവിനെ വധിക്കാൻ നോക്കിയത് കൊണ്ട് ബ്രഹ്മഹത്യാപാപം ഉണ്ടായതോടുകൂടി ഇന്ദ്രന് എന്തെന്നില്ലാത്ത ഭയമായി. ഭയം, ഏറ്റവും കൂടുതൽ ഭയം വരുമ്പോൾ അത് ഈ ബോധസത്തയെ ഹനിക്കാൻ. ബ്രഹ്മഹത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവിധത്തിലുള്ള വളർച്ചയ്ക്കും ജീവന്റെ നിലനിൽപ്പിനും കാരണമായ ബോധസത്തയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി എന്ന അർത്ഥമുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് തന്നെ അറിയാം, ആ ജീവന് തന്നെ അറിയാം വലിയ അപകടമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ജീവൻ എപ്പോഴും എന്ത് ചെയ്യും? ഉള്ളിൽ നിന്ന് ആ വാണിംഗ് തരും. അതാണ് ആ ജീവന്റെ വാണിംഗ് ആണ് ഈ ഭയം. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും മനസ്സിലാവില്ലെങ്കിൽ ആ ഡയബറ്റീസ് ഉള്ള ആളുകളോട് വേഗം ചോദിച്ചാൽ മനസ്സിലാവും. പഞ്ചാര കാണുമ്പോൾ കുറേശ്ശെ എടുക്കുമ്പോൾ ആരാ ആദ്യം പറയുക? അവനവൻ്റെ ഉള്ളിൽ തന്നെ പറയുക വേണ്ടേ എന്ന് പറയും. എന്തുകൊണ്ടാ? ഇത് കഴിച്ചാൽ എനിക്ക് കുഴപ്പമാണ്. ആർക്ക്? ആ ജീവന്. ഇതുപോലെ തന്നെയാണ്. അപ്പൊ ബോധസത്ത എപ്പോഴും നമ്മളെ പരിപാലിക്കാനായിക്കൊണ്ട് തയ്യാറാവും. അത് ഭയമായിട്ട് വരും. ഇന്ദ്രൻ അതുകൊണ്ട് വലിയ ഭയമായി. ഇന്ദ്രൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് വിഷമം പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞതായിട്ടുള്ള ഭയത്തിൽ നിന്ന് രക്ഷ വേണം. ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മഹത്യാ പാപമാണെങ്കിൽ അത് അനുഭവിച്ച് മാറുള്ളൂ. പക്ഷെ ഒരു വഴിയുണ്ട്, പ്രതിവിധിയുണ്ട്. അനുഭവിക്കാൻ വല്ലവരെയും കിട്ടുകയാണെങ്കിൽ അവരേക്ക് ഏൽപ്പിക്കാം എന്നാണ്. അത് അറിഞ്ഞ വഴി ഇന്ദ്രൻ വളരെ
സന്തോഷവാനായി ഓടി വന്ന് ഭൂമിദേവിയോട് അഭ്യർത്ഥിച്ചു, എൻ്റെ പാപത്തെ അമ്മയായ ക്ഷമയായ ദേവി ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭൂമിദേവിയെ നമസ്കരിച്ചു. ഭൂമിദേവി പറഞ്ഞു, പൂർണ്ണമായിട്ട് ഈ ഏറ്റെടുക്കാൻ എന്നാലാവില്ല, ഒരു ഭാഗം ഞാൻ ഏറ്റെടുക്കാം. അങ്ങനെ 1/4 25% ഈ ബ്രഹ്മഹത്യാ പാപം ഈ ഭൂമിദേവി ഏറ്റെടുത്തു എന്നാണ്. അങ്ങനെയാണത്രേ ഭൂമിയിൽ പിന്നീട് ഭൂഷണഭൂമി അല്ലെങ്കിൽ മരുഭൂമികൾ ഉണ്ടായത്. അപ്പൊ മരുഭൂമികളൊക്കെ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നുണ്ടായതാണ് എന്നാണ് പറയുന്നത്. പിന്നീട് വൃക്ഷങ്ങളെ ഏറ്റെടുത്തു ഒരു ഭാഗം, അതിൽ കറ പാല് ആയിട്ട് വരാൻ തുടങ്ങി. അത് ബ്രഹ്മഹത്യാ പാപത്തിന്റെ ഒരു അംശമാണ് എന്നാണ്. പിന്നീട് ജലം ഏറ്റെടുത്തു. ജലത്തിൽ നുരയും പതയും വരാനായിട്ട് തുടങ്ങി. ആ നുരയും പതയുമുള്ള ജലം പൂജ മുതലായ സത്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ജലം ചെന്ന് ഇന്ദ്രനോട് തന്നെ ആവലാതി പറഞ്ഞു, എൻ്റെ ഈ ബ്രഹ്മഹത്യാ പാപം കാരണം കുറെ ജലം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി, മലിനമായി എന്ന്. അപ്പൊ ഇന്ദ്രൻ ഈ ജലത്തിന് ഒരു അനുഗ്രഹം കൊടുത്തു അത്രേ. ജലം അല്ലെങ്കിൽ വെള്ളം ഏത് വസ്തുവിനോട് ചേർക്കണോ അത് വർദ്ധിക്കും എന്ന്. പാലൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പാലിൽ വെള്ളം ചേർത്താൽ എന്ത് വർദ്ധിക്കും? പാലോ ടേമായി അളവ് വർദ്ധിക്കും. അത് പാൽക്കാരനാ പറയണം. ഇനി മുതൽ ആ പാൽക്കാരനെ ചിന്ത പറയണ്ട, ഇന്ദ്രനായിട്ട് തുടങ്ങിയതാണ്. ഒരു സമാധാനമായില്ലോ, ആ ഉത്തര ദിവസം നിന്റെ പ്രശ്നമായിരുന്നു, ദിവസവും രാവിലെ ഞാൻ പ്രശ്നം വേണ്ട. അങ്ങനെ പിന്നീട് അപ്പം 3/4 75% കഴിഞ്ഞു. 25% മനുഷ്യ സ്ത്രീകളുടെ അടുത്ത് വന്ന് ഈ ഇന്ദ്രൻ കരഞ്ഞു പറഞ്ഞു, നിങ്ങളെ പോലെ ദയാവതികളായിട്ട് ആരും തന്നെ ലോകത്തിലില്ല, 25% പാപം നിങ്ങൾ ഏറ്റെടുക്കണം. അത് ആ സ്ത്രീകൾക്ക് ശരിയാണ് തോന്നി. അങ്ങനെ അവരുടെ മാസമുറ ഈ ബ്രഹ്മഹത്യാ പാപത്തിന്റെ ഫലമായി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ദ്രൻ തന്റെ പാപത്തെ 4ആയി ഭാഗിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതി, പക്ഷെ രക്ഷപ്പെട്ടില്ല. കാരണം ഇന്ദ്രൻ തന്റെ പുത്രനായ വിശ്വരൂപനെ വെട്ടിക്കൊന്നു എന്നും പിന്നീട് അതിൽ നിന്നുണ്ടായ പാപത്തെ വിഭജിച്ചു കൊടുത്ത് ഇപ്പോഴും ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നടക്കണം. അത് കണ്ടപ്പോൾ വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ട്രാവ് ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതി. അങ്ങനെ ത്വഷ്ട്രാവ് ഇന്ദ്രനെ കൊല്ലാൻ ഉള്ളതായ ഒരു വ്യക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആഭിചാര ഹോമം തുടങ്ങിയെന്നാണ്. ഒരു ഹോമകുണ്ടത്തിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അർച്ചിച്ച് ഇന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു വ്യക്തി ഉണ്ടാവട്ടെ എന്ന്. പക്ഷെ ഇന്ദ്രന് ദേവന്മാരുടെ കൂട്ടമായതുകൊണ്ടും ഈ മന്ത്രങ്ങളൊക്കെ ദേവന്മാരോട് അഭ്യർത്ഥിക്കുന്ന രീതി ആയതുകൊണ്ടും ആ മന്ത്രം ചെല്ലുന്ന സമയത്ത് തന്നെ പിഴവുണ്ടായി. ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന വ്യക്തി ഉണ്ടാവട്ടെ എന്നായി ആ മന്ത്രം ചൊല്ലി വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ദ്രനെ കൊല്ലുക എന്നുള്ളത് ഇന്ദ്രനാൽ കൊല്ലുക എന്നായി. എന്തായാലും ആ ഹോമകുണ്ടത്തിൽ നിന്ന് വളരെ തേജസ്വിയായ വളരെ ബീഭത്സമായ പർവ്വതാകാരനായിട്ടുള്ള വൃത്രാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഭാഗവതത്തിലെ ഈ വൃത്രാസുരന്റെ കഥ വേദത്തിലേ ഉള്ളതാണ്. വേദത്തിൽ പോലും യത്രാധികൃത്യ ഗായത്രി വർണ്ണതേ ധർമ്മവിസ്തര വൃത്രാസുരവധോപേദം തത് ഭാഗവതമിഷ്യതേ എന്നാണ്. പുരാണങ്ങളിൽ ഒക്കെ ഈ വൃത്രാസുരന്റെ കഥയുള്ളതിനെയാണ് ഭാഗവതം എന്ന്. അപ്പോൾ ഈ ഭാഗവതത്തിന്റെ ഒരു ലക്ഷണമായിട്ട് പറയും. വൃത്രാസുരന്റെ കഥയുള്ളതാണ് ശ്രീമദ് ഭാഗവതം. വേദത്തില് വൃത്രൻ എന്നുള്ള ആ അസുരന്റെ ആ പദത്തിന് വൃത്രൻ എന്നുള്ള വാക്കിനർത്ഥം വൃണോതി വൃത്ര എന്നാണ്. എന്നുവെച്ചാൽ ആവരണം എന്നാണ്, ഈ മറയ്ക്കുന്നത്. അപ്പൊ ആ വൃത്രാസുരനെ ഇവിടെ ഇന്ദ്രൻ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആവരണത്തെ, മായയുടേതാകുന്ന ആവരണത്തെ ഇല്ലാതെയാക്കി ആ ഈശ്വരപ്രാപ്തി നേടുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളിലുള്ളതായ മായ ആവരണത്തെ ഇല്ലാതെയാക്കി ഈശ്വരാനുഭൂതി ഉണ്ടാക്കുന്ന ഒരു കഥാഭാഗമായിട്ടാണ്, ഒരു വസ്തുതയാണ് ഇവിടെ പറയുന്നത്. അത് പക്ഷേ ഒരു ചരിത്ര സംഭവമായിട്ട് പറഞ്ഞു. എന്തായാലും വൃത്രാസുരൻ വലിയ ശരീരത്തോടുകൂടി വലിയതായിട്ടുള്ള നാക്കുകളൊക്കെ നീട്ടി ഈ ഇന്ദ്രനെ ആക്രമിക്കാനായിട്ട് വന്നു. വൃത്രാസുരനെ കണ്ട വഴി തന്നെ ഇന്ദ്രനെ മനസ്സിലായി താൻ തോൽക്കുമെന്ന്. ഇന്ദ്രൻ ഓടിച്ചെന്ന് ബ്രഹ്മാവിനോട് സഹായം അഭ്യർത്ഥിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, വൃത്രൻ അസുരനുണ്ടായത് മന്ത്രം കൊണ്ടാണ്, മന്ത്രം കൊണ്ടുണ്ടായ വസ്തുതകളെ മന്ത്രം കൊണ്ടേ ഒതുക്കാവൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും മന്ത്രശക്തിയുള്ളതായിട്ടുള്ള വ്യക്തിയാണ് ദധീചി മഹർഷി. ആ ദധീചി മഹർഷിയുടേതായിട്ടുള്ള ശരീരം ഉപയോഗിച്ച് വജ്രായുധമുണ്ടാക്കിയാലേ വൃത്രാസുരനെ വധിക്കാൻ പറ്റുള്ളൂ എന്നായി. സംശയമുണ്ടായില്ല. ഇന്ദ്രനോട് ചെന്ന് ദധീചി മഹർഷിയോട് അങ്ങയുടെ നട്ടെല്ല് വേണം എന്നായി.
ദധീചി മഹർഷി അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇന്ദ്ര നട്ടൽ തന്നാൽ എൻ്റെ ജീവൻ എന്ത് പറ്റും? ഞാനില്ലാതെയാവില്ലേ? ചോദിക്കുന്നതിനൊരു കണക്കൊക്കെ ഇല്ലേ? ഇന്ദ്രൻ പറഞ്ഞു, ബാക്കി ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല, ചോദിച്ചിട്ട് കിട്ടിയിട്ട് കാര്യം വേണ്ട, അങ്ങ് ബാക്കി എന്ത് തന്നിട്ട് കാര്യമില്ല, നട്ടല് തരികയാണെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട്, എൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്, അങ്ങക്ക് നട്ടലില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെയായി ഇന്ദ്രൻ. ഇന്ദ്രൻ അത്രയും സ്വാർത്ഥവതിയാണ്. ഇന്ദ്രൻ ദധീചി മഹർഷിയോട് പറഞ്ഞു, അങ്ങക്ക് ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഈ ശരീരം കൊണ്ട് നേടേണ്ട ഈശ്വരപ്രാപ്തി അങ്ങ് നേടി, അതുകൊണ്ട് അങ്ങ് ഇത് ഉപേക്ഷിക്കൂ എന്നാൽ. അങ്ങനെ ആദ്യത്തെ ഈ ബോഡി ഡൊണേഷൻ ഈ ഭാഗവതത്തിൽ വരുന്നുണ്ട്. ആരാ ചോദിച്ചാൽ ഈ ആദ്യത്തെ ബോഡി ഇപ്പം അങ്ങനെയാണല്ലോ, അതിൻ്റെ മുകളിലാണ് കുറേ അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ആയിട്ട് ആൾക്കാർ. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം കൊടുത്ത ആളായിരുന്നു വൃത്രാസുരൻ. തൻ്റെ പൂർണ്ണ ശരീരം അദ്ദേഹം ഉപേക്ഷിച്ചു എന്ന്. ഇന്ന് പല സ്ഥലങ്ങളിലും അങ്ങനെ ഈ ശരീരമൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യമാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇന്ന് ഇങ്ങനൊരു സ്ഥലത്ത് ഇതുപോലെ സപ്താഹത്തിന് ഇത് സാധാരണ ചായയ്ക്ക് മുമ്പ് വരുന്ന ഭാഗമാണ് വൃത്രാസുരൻ. നമ്മളിവിടെ ഈ എന്താ പറയുക സംപ്രേഷണം കാരണമാണ് വൃത്രാസുരൻ ചായയ്ക്ക് ശേഷം വന്നത്. അപ്പോൾ അങ്ങനെ ഈ വൃത്രാസുരൻ്റെ കഥ ചായയ്ക്ക് മുമ്പ് പറഞ്ഞു നിർത്തി. ചായാസമയത്ത് ഒരു അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അല്ല ഈ ശരീരം ബോഡി ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ